ഈ +2 എക്സാം മാർച്ചിലല്ലേ? ഓൾ ദ ബെസ്റ്റ്. അത് കഴിഞ്ഞാലുടൻ പ്രൊഫഷണൽ കോഴ്സിന് പോകുന്നതാണ് ബുദ്ധി. ഓ, ഡോക്ടറും എഞ്ചിനീയറും അതൊക്കെ പണ്ടല്ലേ. അപ്പൊ ഇന്നോ? ഇന്ന് ലോകം റൺസ് ഓൺ കോമേഴ്സ്. ACCA ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസി. 21 വയസ്സിൽ ലൈഫ് സെറ്റ്. ലേൺ ACCA ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസി കോഴ്സ് ഓൺലി ഫ്രം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ്, ലക്ഷ്യ. അപ്പൊ എങ്ങനാ? കോഴ്സ് ഇപ്പൊ തുടങ്ങും. +2 കോമേഴ്സ് തന്നെ ആവണമെന്നില്ല, സയൻസുകാർക്കും ചേരാം. Hey dear students, welcome to Lakshya School Plus. I am Jobin KJ, your accounting faculty. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു പുതിയ ചാപ്റ്റർ ആണ്. നിങ്ങൾക്കറിയാം, നമ്മൾ ക്രിസ്മസ് എക്സാമിനേഷനോട് അടുത്തിരിക്കുകയാണ് അല്ലെ. നമുക്ക് നെക്സ്റ്റ് മന്ത്, ഒരു മാസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്രിസ്മസ് എക്സാം ആയി. സോ നമ്മൾ +1 വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്, അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൈമാണ് ഇത്. ബിക്കോസ് നമുക്ക് എന്ത് ചെയ്യണോടാ, നമുക്ക് നന്നായിട്ട് ഈ സമയത്ത് പഠിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ക്രിസ്മസ് എക്സാമിനേഷൻ വളരെ സൂപ്പർബ് ആയിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. സോ ഗൈസ്, ആർ യു റെഡി? സെഷൻ തുടങ്ങാൻ വേണ്ടി റെഡി ആണോ? ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മളുടെ +1 അക്കൗണ്ടൻസിയിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ളതും, സിമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ജസ്റ്റ് അതിന്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റും. വളരെ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ചാപ്റ്റർ ആണ്. ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയൊരു ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ദാറ്റ് ചാപ്റ്റർ ഈസ് നോൺ ആസ് ഡിപ്രിസിയേഷൻ, പ്രൊവിഷൻസ് ആൻഡ് റിസർവ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. സോ നിങ്ങൾ റെഡി ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ചാപ്റ്റർ തുടങ്ങാം. സോ എല്ലാവർക്കും ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം. റെഡി ആണോ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾ റെഡി ആണോ എന്നുള്ള കാര്യം ഒന്ന് കമന്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. റെഡി ആണോ ഗൈസ്? സെറ്റ് അല്ലേ? അപ്പോ ചാപ്റ്ററിന്റെ പേര് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഡിപ്രിസിയേഷൻ, പ്രൊവിഷൻസ് ആൻഡ് റിസർവ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. ഇനി എന്താണ് ഡിപ്രിസിയേഷൻ, എങ്ങനെയാണ് ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യും. സോ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന ഈ ചാപ്റ്ററിൽ ഡിപ്രിസിയേഷൻ, അതിന്റെ ഡിഫറെന്റ് ടേംസ് ഉണ്ട്. ഇനി അതുപോലെ തന്നെ അതിന്റെ ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് കാൽക്കുലേഷൻ ഉണ്ട്. ഇനി വാട്ട് ഈസ് ദ നീഡ് ഫോർ ഡിപ്രിസിയേഷൻ ഉണ്ട്. ഇനി അതുപോലെ തന്നെ റിസർവ്സ് ആൻഡ് പ്രൊവിഷൻസ് ഒക്കെ അല്ലെ, പ്രൊവിഷനും റിസർവും ഇതൊക്കെ എന്താണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. സോ റെഡി ആണോ? റെഡി ആണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞത്, നമ്മളൊരു മെഷീനറി വാങ്ങാൻ വേണ്ടി പോവാണ്. സോ ദ മെഷീനറി കോസ്റ്റിംഗ് rupees 10 lakh. ഓക്കെ, ഗായ്സ്, ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ എന്നതാണ്. സെറ്റ് ആക്കിയിട്ടുണ്ട്. സോ നമ്മുടെ എക്സാമ്പിളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, കടക്കാം. വി ആർ പർച്ചേസിംഗ് എ മെഷീനറി കോസ്റ്റിംഗ് ₹10 lakh. ഓക്കെ, 10 ലക്ഷം രൂപ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആണല്ലേ, ഒരു വലിയ ബിഗ്ഗർ ഇൻവെസ്റ്റ്മെന്റ് ആണ്. സോ ഈ 10 ലക്ഷം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു മെഷീനറി വാങ്ങാണ്. ഏത് ഇയറിലാണെന്ന് വെച്ചാൽ 2022-23 നമ്മൾ ഇത് വാങ്ങുന്നത്. 2022-23 എന്ന് പറയുന്ന ഒരു ഫിനാൻഷ്യൽ ഇയറിലാണ് നമ്മൾ ഈ മെഷീനറി വാങ്ങുന്നത്. ക്ലിയർ? ഇത് കഴിഞ്ഞ് 2023-24 ഉണ്ട്. ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്ന ഫിനാൻഷ്യൽ ഇയർ ഏതാണ്? 24-25 ആണ്. മൈ ക്വസ്റ്റ്യൻ ഈസ്, ഈ 10 ലക്ഷം രൂപയ്ക്ക് നമ്മൾ വാങ്ങിയ മെഷീനറി, ഓക്കെ, നമ്മൾ 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെന്റ് നടത്തി നമ്മൾ വാങ്ങിയ ഈ മെഷീനറിയുടെ വാല്യൂ ഈ പറയുന്ന വർഷങ്ങൾ എത്തുന്ന സമയത്ത്, ഈ 2023-24ലും 25 എത്തുന്ന സമയത്ത്, ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിലും ഇതിന്റെ വാല്യൂ സെയിം ആയിരിക്കോ? ദാറ്റ് ഈസ് മൈ ക്വസ്റ്റ്യൻ. ഈ 10 ലക്ഷം രൂപ തന്നെ ആയിരിക്കും ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഈ ഒരു ഫിക്സ്ഡ് അസറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് 10 ലക്ഷം രൂപ ആയിരിക്കോ? ഒന്ന് ചിന്തിച്ചു നോക്കി, ആയിരിക്കോ? ഈ നമ്മൾ ഈ മെഷീനറി, ഇപ്പൊ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുക്കണം. നമ്മൾ ഒരു ബൈക്ക് വാങ്ങിയിട്ട് ഈ വർഷം നമ്മൾ ഒരു പുതിയ ബൈക്ക് വാങ്ങി, അടുത്ത മാസം അല്ലെങ്കിൽ ഒരു 2 മാസം കഴിഞ്ഞ് നമ്മൾ വിൽക്കുന്ന സമയത്ത് 1 lakh rupees നമ്മൾ വാങ്ങിയ ബൈക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ കിട്ടുക 90,000 rupees ആയിരിക്കും. വൈ? എന്തുകൊണ്ടാണ്?
നമ്മൾ വാങ്ങിയ സാധനത്തിന് ഒരു എന്ത് വന്നിട്ടുണ്ട്, ഒരു തേയ്മാനം വന്നിട്ടുണ്ട് അല്ലെ. നമ്മൾ 2 മാസം ഓടിയ സമയത്ത് അതിന്റെ ടയറിന് എന്ത് ചെയ്തിട്ടുണ്ടാവും, തേയ്മാനം വന്നിട്ടുണ്ടാവും. ഇനി അതുപോലെ തന്നെ അതിന്റെ ഫംഗ്ഷൻസിനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും അല്ലെ. നമ്മൾ ഉപയോഗിച്ച് 2 മാസം ഉപയോഗിച്ചതിന്റെ ഫലമായിട്ട് പല മാറ്റങ്ങളും ആ ഒരു വാഹനത്തിൽ വന്നിട്ടുണ്ടാവും. സോ ദാറ്റ് വി ആർ ഗെറ്റിംഗ് 90,000 rupees എന്ത് നമ്മൾ വിൽക്കുന്ന സമയത്ത് നമുക്ക് അത്രയും രൂപയാണ് എന്ത് ചെയ്യുക, കിട്ടുക എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ദിസ് ഈസ് നോൺ ആസ് ഡിപ്രിസിയേഷൻ. ഈ ഒരു അസറ്റിന്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മൾ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് ഈ മെഷീനറിയുടെ കാര്യത്തിലേക്ക് വരാം. കം ടു യുവർ എക്സാമ്പിൾ. സോ നമ്മൾ ഈ മെഷീനറിയുടെ കേസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും, 10 ലക്ഷം രൂപയ്ക്ക് നമ്മളൊരു മെഷീനറി വാങ്ങി, ദാറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ആൻ അസറ്റ് അല്ലെ. നമ്മുടെ അസറ്റ് എക്സ്പെൻസ് ആയിട്ട് വേണം കണക്കാക്കും, നമ്മളുടെ എന്തായിട്ട് കണക്കാക്കും, ഒരു അസറ്റ് ആയിട്ട് നമ്മൾ കണക്കാക്കും. സോ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നമ്മള് അതിന്റെ വാല്യൂ കുറയുന്നതായിട്ട് നമ്മളെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക, നമ്മൾക്ക് ഒരുപാട് ഫിനാൻഷ്യൽ ഇയർ മുന്നോട്ട് പോകും. 25, 26 വരും, 26, 27 വരും. സോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഫിനാൻഷ്യൽ ഇയർ. ഇനി എപ്പോഴാണോ നമുക്ക് ഈ അസറ്റ് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി തോന്നുന്നത് അല്ലെ, എപ്പോഴാണോ ഈ അസറ്റ് നമുക്ക് മാറ്റാൻ വേണ്ടി തോന്നുന്നത് അല്ലെ, കുറെ കാലം മെഷീനറി എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഉപയോഗിക്കാൻ വേണ്ടി പറ്റത്തില്ല, നമുക്ക് പുതിയ മെഷീനറി എന്ത് ചെയ്യേണ്ടി വരും, ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. സോ ഇൻ ദാറ്റ് കേസ് നമുക്ക് എന്ത് സാധിക്കില്ല, നമുക്ക് അപ്പോഴും ഈ അസറ്റിന്റെ വാല്യൂ എന്തായിരിക്കും, 10 ലക്ഷം രൂപ തന്നെയായിരിക്കും അല്ലെ. ഒരു 10 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ഈ അസറ്റ് റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് അപ്പോഴും ഇതിന്റെ വാല്യൂ എന്തായിരിക്കും, 10 ലക്ഷം രൂപ തന്നെയായിരിക്കും. ദാറ്റ് ഈസ് എന്താണ്, ഒരു മാറ്റം അപ്പൊ അതിന്റെ വാല്യൂവിൽ ഉണ്ടാവത്തില്ല. നമ്മൾ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഡിപ്രിസിയേഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ നീക്കി വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു കേസാണ് എന്ത് ചെയ്യുക, സംഭവിക്കുക. ഈ കാര്യം എന്ത് ചെയ്യണടാ, ഈ കാര്യം മനസ്സിലാക്കുക. സോ അപ്പോ നമ്മൾ എന്ത് മനസ്സിലാക്കണം, നമ്മൾ ഓരോ വർഷവും നമ്മുടെ അസറ്റിന്റെ കുറയുന്ന വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് നമ്മൾ അത് എന്ത് ചെയ്യണം, നമ്മളെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഒരു ചെലവായിട്ട് എഴുതണം അല്ലെ. അപ്പൊ എന്ത് സംഭവിക്കും, ഇപ്പൊ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുക, നമ്മൾ 10 ലക്ഷം രൂപയുടെ അസറ്റ് ആണ് വാങ്ങുന്നത് അല്ലെ, നമ്മളൊരു 10% വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ഒരു 8% വെച്ചിട്ടാണ് നമ്മൾ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തതെന്ന് വിചാരിക്കുക. ഓക്കെ, സിമ്പിൾ ആയിട്ട് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വാല്യൂ 10 ലക്ഷം രൂപ ആയിരിക്കുമോ? അല്ല. നമ്മളെ ഫസ്റ്റ് ഇയറിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മള് 80,000 രൂപ അല്ലെ, 10 lakh rupeesന്റെ 8%, ദാറ്റ് ഈസ് 80,000 rupees നമ്മൾ എന്ത് ചെയ്യും, ഡിഡക്ട് ചെയ്യും അല്ലെ. അതുപോലെ തന്നെ നമ്മൾ 80,000 അടുത്ത വർഷം ഡിഡക്ട് ചെയ്യും, അടുത്ത വർഷം ചെയ്യും. ഇങ്ങനെ നമ്മൾ എല്ലാ വർഷവും 80,000 രൂപ വെച്ച് കുറച്ച് നമ്മളൊരു 9 വർഷം ആവുന്നുണ്ടെങ്കിൽ 7,20,000 ഇല്ലേ, 9 × 8 എത്രയാണ് വരിക, 72 ആണ് വരിക. സോ 7,20,000 രൂപ ടോട്ടൽ നമ്മൾ എന്ത് ചെയ്യും, ഡിപ്രിസിയേഷൻ ആയിട്ട് ചാർജ് ചെയ്യും അല്ലെ, ചാർജ് ചെയ്യും. സോ 7,20,000 രൂപ കഴിഞ്ഞ് നമുക്ക് 2,80,000 രൂപയായിരിക്കും എന്ത് ചെയ്യുന്നത്, പിന്നെ ഈ അസറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അത് നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യടാ, നമുക്ക് ഈ അസറ്റ് വിറ്റാൽ ചിലപ്പോൾ അത്രയും പൈസ കിട്ടും. അപ്പൊ നമുക്ക് എന്താകാൻ പറ്റും, നമുക്ക് റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ എളുപ്പമായിരിക്കും എന്ത് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഈ 10 ലക്ഷം രൂപയാണ് അപ്പോഴും ഈ അസറ്റിന്റെ വാല്യൂ എന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടിങ് പ്രൊസീജിയർ തന്നെ എന്താവും, തെറ്റായിട്ട് മാറും. പിന്നെ നമുക്ക് റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വലിയൊരു ബേർഡൻ ആയിട്ട് വരും അല്ലെ. പുതിയൊരു അസറ്റ് വാങ്ങുമ്പോൾ നമുക്ക് പുതിയൊരു ബേർഡനാണ്, 10 ലക്ഷം രൂപ നമുക്ക് എന്ത് ചെയ്തിട്ട് ചെലവാക്കേണ്ടതായിട്ട് വരും. ഇതിപ്പോ നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് റൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ ആണോ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, കോൺസെപ്റ്റുകളൊക്കെ ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, ദിസ് ഈസ് ദ ടേം ഡിപ്രിസിയേഷൻ. ഓക്കെ, നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അസറ്റിന്റെ ഫിക്സഡ് അസറ്റിന്റെ വാല്യൂ കുറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. അത് പലവിധ കാരണങ്ങൾ കൊണ്ടാവാം. പാസേജ് ഓഫ് ടൈം, നമ്മൾ ഒരു വർഷങ്ങളോളം നമ്മളത് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പാസേജ് ഓഫ് ടൈം കൊണ്ടും അല്ലെങ്കിൽ യൂസേജ് കൊണ്ടും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ടെക്നോളജിയുടെ അപ്ഗ്രഡേഷൻ കൊണ്ടൊക്കെ ഈ പറയുന്ന ഡിപ്രിസിയേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമുക്ക് വരാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള കാര്യം എന്ത് ചെയ്യുക, മക്കളെ മനസ്സിലാക്കിയിരിക്കുക. ദിസ് ഈസ് ദ ടേം ഡിപ്രിസിയേഷൻ മീൻസ്, അല്ലെങ്കിൽ ദിസ് ഈസ് ദ ടേം ഡിപ്രിസിയേഷൻ ഡിനോട്ട്സ്. ക്ലിയർ? നമുക്ക് അതിന്റെ മീനിങ് നോക്കിയാലോ. ഡിപ്രിസിയേഷൻ മീൻസ് decline the value of fixed assets due to use. നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെ നമ്മൾ ഈ അസറ്റ് നിരന്തരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ആ ഉപയോഗിക്കുന്നതിലൂടെ അതിന്റെ എന്ത് ചെയ്യാം, വാല്യൂ കുറയാം, അതിലല്ലെങ്കിൽ അതിന്റെ തേയ്മാനം സംഭവിക്കാം. അപ്പൊ മെഷീനറിയുടെ കേസിൽ നമ്മൾ പറഞ്ഞു, ഒരുപാട് പ്രൊഡക്ഷൻ നടക്കുന്നതോടുകൂടെ എന്ത് സംഭവിക്കും, അതില് ഡിപ്രിസിയേഷൻ അല്ലെങ്കിൽ അതിന്റെ വാല്യൂ എന്ത് ചെയ്യും, ഡിക്ലൈൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. രാഹുൽ സാർ, ഹായ് സാർ. ഓക്കെ, തെറ്റല്ലേ?
ഡ്യൂ ടു യൂസ്, പാസേജ് ഓഫ് ടൈം ആൻഡ് ഒബ്സലസൻസ്. എന്താണ് ഒബ്സലേറ്റ് ചെയ്യാന്ന് പറയാം? ഒബ്സലേറ്റ് എന്ന് പറഞ്ഞാൽ ടെക്നോളജി അപ്ഗ്രഡേഷൻ ആണ്. ഓക്കെ, ടെക്നോളജി അപ്ഗ്രഡേഷൻ എന്ന് വെച്ചാൽ എന്താണ്? നമ്മളിപ്പോ മെഷീനറി വാങ്ങി. അപ്പൊ നമ്മൾ ഈ മെഷീനറി വാങ്ങുന്ന സമയത്ത് നമ്മൾ 22 വാങ്ങിയ മെഷീനറിയാണ്. സോ അതിൽ ഉപയോഗിച്ച ടെക്നോളജി ഏത് വർഷത്തെ ആയിരിക്കും? 2021 അല്ലെങ്കിൽ 22 ഡെവലപ്പ് ചെയ്തിട്ടുള്ള ടെക്നോളജി ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ആ ഒരു മെഷീനറിയിൽ യൂസ് ചെയ്തിട്ടുണ്ടാവുക. ബട്ട് ഇൻ അവർ കേസ് ഈ ഒരു 25 26 കാണുന്ന സമയത്ത് എന്തായാലും എന്ത് ചെയ്യും? ഇപ്പൊ ഇന്നുള്ള ടെക്നോളജി എല്ലാം നാളെ ഉള്ളു. ടെക്നോളജി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ആ കേസ് നോക്കുന്ന സമയത്ത് ടെക്നോളജിയിൽ ഉണ്ടാവുന്ന മാറ്റം നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ ബാധിക്കും. അല്ലെങ്കിൽ അതിന് ഡിപ്രിസിയേഷൻ ഒരു കാരണമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടെക്നോളജി അപ്ഗ്രഡേഷൻ പറയാൻ വേണ്ടിയിട്ട് പറ്റും. ക്ലിയർ ആണോ? ദിസ് ഈസ് ദ ടേം ഡിപ്രിസിയേഷൻ മീൻസ്. തെറ്റാണോ? ദാറ്റ് ഈസ് ഡിപ്രിസിയേഷൻ. ഇനി ഡിപ്രിസിയേഷനോട് കുറച്ച് സിമിലർ ആയിട്ടുള്ള കുറച്ച് ടേംസ് ഉണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പൊ മനസ്സിലാക്കാം. കുറച്ച് ടേംസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഡിപ്ലഷൻ. ക്ലിയർ? ഫസ്റ്റ് വൺ ഈസ് ഡിപ്ലഷൻ. ക്ലിയർ? എന്താണ് ഡിപ്ലഷൻ എന്ന് പറയുന്നത്? ഇപ്പോ നമ്മള് ഒരു ക്വാറി എടുക്കുക. ഓക്കെ, നമ്മൾ കല്ലൊക്കെ അല്ലെ, വീടൊക്കെ വേണമെങ്കിൽ നമുക്ക് കല്ലൊക്കെ വാങ്ങണം. സോ ഒരു ക്വാറിന്റെ കേസ് എടുക്കുക, എക്സാമ്പിൾ അല്ലെ, ഒരു ക്വാറി എടുക്കുക. ഈ ക്വാറിയിൽ നിന്ന് നമ്മള് കല്ലൊക്കെ എടുക്കുന്ന സമയത്ത് ഇറ്റ്സ് എ നാച്ചുറൽ അസറ്റ് ആണ്, നാച്ചുറൽ റിസോഴ്സ് ആണ് ക്വാറി എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ഓരോ ലോഡ് കല്ല് നമ്മൾ എടുക്കുന്ന സമയത്തും അതിൽ നിന്ന് എന്ത് ചെയ്യാണ്? അതിന്റെ വാല്യൂ ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ? നമ്മൾ ആ ക്വാറിയിൽ നിന്ന് ഓരോ കല്ല് എടുക്കുന്ന സമയത്തും ആ നാച്ചുറൽ റിസോഴ്സ് എന്തുകൊണ്ടിരിക്കുകയാണ്? കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ഡിപ്ലഷൻ മീൻസ് the decrease of the value of natural resources. ഓക്കെ, നാച്ചുറൽ ആയിട്ടുള്ള മൈന്, കോറികള്, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അതിന്റെ ആ റിസോഴ്സസ് കുറയുന്ന അവസ്ഥേനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ ഡിപ്ലഷൻ എന്ന് പറയുന്ന ഒരു ടേം കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഡിപ്ലഷൻ എന്ന് പറയുന്ന ടേം കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ടേം ഓക്കെ, ദാറ്റ് ഈസ് amortization. We know that there are several assets. We know that is goodwill. Next one is patent. Okay, patent. Next one is trademark. These assets അല്ലെ, ഈ അസറ്റ്സ് ഒക്കെ നമുക്കറിയാം. ഇതിനൊക്കെ നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്ന ഒരു ടേം എന്താണ്? ഇൻടാഞ്ചിബിൾ അസറ്റ് അല്ലെ, ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുന്നത്. ദീസ് ആർ കോൾഡ് ഇൻടാഞ്ചിബിൾ അസറ്റ്. സോ ഗൈസ് ശ്രദ്ധിക്കുക, ഇൻടാഞ്ചിബിൾ അസറ്റിന്റെ വാല്യൂ റെഡ്യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മള് amortization എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. When the value of intangible asset declines, it is termed as amortization. ക്ലിയർ? അപ്പോ സ്വാഭാവികമായിട്ടും യു ഹാവ് എ ഡൗട്ട് ദാറ്റ് എങ്ങനെയാണ് how the value of intangible asset reduces. നമുക്ക് we know that fixed asset value will be reduced after their use or change in the technology, etc. But how the value of intangible asset being reduced? That is one of the important question. എനിക്കും ആ ഡൗട്ട് ഉണ്ടായിട്ടുണ്ട് ഞാൻ പഠിച്ച കാലത്ത്. നിങ്ങൾക്കും ഇപ്പൊ ഞാൻ പറയുന്ന സമയത്ത് you have the same doubt അല്ലെ? എങ്ങനെയാണ് വാല്യൂ പറയാ? ഞാൻ പറഞ്ഞുതരാം. സോ നമുക്കൊരു എക്സാമ്പിൾ പേറ്റന്റ് എടുക്കാം. ഓക്കെ, പേറ്റന്റ് എടുക്കാം. ഈ പേറ്റന്റ് എന്ന് പറയുന്ന സാധനം നമ്മൾ എങ്ങനെ എടുക്കുക? നമ്മളൊരു ആർട്ട് വർക്കിനോ നമ്മളൊരു ക്രിയേറ്റീവ് വർക്കിനോ നമ്മൾ പേറ്റന്റ് എടുത്തു വെക്കുകയാണ്. നമുക്കൊരു അധികാരം കിട്ടുകയാണ്. നോബഡി ക്യാൻ യൂസ് അൺലെസ് അവർ പെർമിഷൻ അല്ലെ? നമ്മുടെ പെർമിഷൻ ഇല്ലാതെ മറ്റൊരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഇറ്റ് കനോട്ട് ബി യൂസ്ഡ്, അല്ലെങ്കിൽ their work can be used for their own purpose. നമ്മുടെ അനുവാദം ഇല്ലാതെ പറ്റത്തില്ല. ദാറ്റ് ഈസ് പേറ്റന്റ് അല്ലെ? പേറ്റന്റ്. ഈ പേറ്റന്റ് നമ്മൾ എടുക്കുക 20 ഇയേഴ്സിനോ അല്ലെങ്കിൽ നമ്മളെ വർക്ക് അനുസരിച്ച് 10 ഇയേഴ്സിനോ അല്ലെങ്കിൽ ഒരു ഇയർ പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഈ പേറ്റന്റ് ഒക്കെ എടുക്കുക. ഈ ഇയർ കഴിഞ്ഞ് എന്താവും? സ്വാഭാവികമായിട്ടും ഈ പേറ്റന്റ് പോവും, എക്സ്പയർ ആവും. സോ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മളുടെ ഇതിന്റെ വാല്യൂ, അതായത് ഇൻടാഞ്ചിബിൾ അസറ്റിന്റെ വാല്യൂ എന്ത് ചെയ്യുന്നത്? കുറയുന്നത് എന്ത് ചെയ്യുക? മനസ്സിലാക്കുക, കുറയുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ദിസ് ഈസ് ദ ടേം നോൺ ആസ് amortization. ക്ലിയർ ആണോ? ഓക്കെ ആണോ? This is known as amortization. The value of intangible asset being reduced, that concept is known as amortization. The next term is obsolescence. Clear?
ഒബ്സലേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മളുടെ അസറ്റ് റെഡ്യൂസ് ചെയ്യാണ് ഡ്യൂ ടു ഇംപ്രൂവ്മെന്റ് ഇൻ ടെക്നോളജി ചേഞ്ച് ആവുന്നത് കൊണ്ട് നമ്മളുടെ അസറ്റിന്റെ വാല്യൂ റെഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത് ഒബ്സലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒബ്സലസൻസ് എന്ന് പറയുക. ഓക്കെ, ഒബ്സലേറ്റ് എന്ന് പറഞ്ഞ കാരണം ക്ലിയർ. ഇറ്റ് റെഫേഴ്സ് ടു ദ സ്റ്റേറ്റ് ഓഫ് an existing asset becoming out of date on account of improvements in technology. Clear? Improvements in technology or changes in demand pattern. അല്ലെ, പെട്ടെന്ന് ഒരു അസറ്റിന്റെ വാല്യൂ കുറയാം അല്ലെങ്കിൽ ഡിമാൻഡ് പാറ്റേൺ ചേഞ്ച് ആവുന്നത് മൂലം അസറ്റിന്റെ ടെക്നോളജിയിൽ മാറ്റങ്ങൾ വരുന്നത് മൂലം ഒക്കെ എന്ത് ചെയ്യാം, ഇപ്പൊ മെഷീനറിയിലൊക്കെ അങ്ങനെ സംഭവിക്കാം. അപ്പോൾ ഇപ്പൊ പ്രൊഡക്ഷൻ എന്റർപ്രൈസിനൊക്കെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു പുതിയ ഇംപ്രൂവ്മെന്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പഴയ മെഷീനറി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ബിക്കോസ് നമുക്കത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. That concept is known as obsolete. Last one is fluctuation. Okay, fluctuate എന്ന് പറഞ്ഞാൽ എന്താ, ഫ്ലക്ച്വേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് വരുന്നത് കറണ്ട് അസറ്റിന്റെ കേസിലാണ്. ഓക്കെ, കറണ്ട് അസറ്റിന്റെ കേസിലാണ്. when the value of current asset being increased or being reduced, ഇൻക്രീസ് ചെയ്താലും റെഡ്യൂസ് ചെയ്താലും നമ്മൾ അതിന് എന്താ പറയാ, ഫ്ലക്ച്വേഷൻ എന്നാ പറയാ. When cash increases or cash decreases, it is known as fluctuation. Okay, when current asset is being increased or reduced, the current asset ഏതൊക്കെയാണ് നമുക്കറിയാം അല്ലേ, നമുക്കറിയാം cash is a current asset, debtors is a current asset, bills receivable is a current asset, bank also, cash or bank also current asset. അപ്പൊ ഇതൊക്കെ current asset ആണ്. When the value of current asset increased or decreased, in that case we termed it as fluctuation. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിരിക്കുക. നമ്മൾ കുറച്ച് ടേമുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ദാറ്റ് ടേം ഒക്കെ ഏതൊക്കെയായിരുന്നു, ഡിപ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാച്ചുറൽ റിസോഴ്സസിന്റെ വാല്യൂ കുറയുന്നതിനാണെന്ന് പറയുന്നത് ഡിപ്ലേഷൻ എന്ന് പറയുന്നത്. അമോർട്ടൈസേഷൻ ഈസ് എ ടേം ദാറ്റ് ഈസ് ഡിനോട്ടഡ്. അമോർട്ടൈസേഷൻ എന്താണ്, the value of intangible asset is being reduced or declined. Next one, obsolete എന്ന് പറഞ്ഞാൽ എന്താ, obsolete എന്ന് പറഞ്ഞാൽ value of എന്താണ്, the value of asset being reduced. എന്ത് റീസൺ കൊണ്ടാണ് റെഡ്യൂസ് ചെയ്യുന്നത്, ടെക്നോളജിയിൽ ഉണ്ടാകുന്ന അപ്ഗ്രഡേഷൻ കൊണ്ട്. ആൻഡ് ദ ലാസ്റ്റ് വൺ, ഫ്ലക്ച്വേഷൻ, when the value of current asset is being reduced or increased, we term it as fluctuation. Next one, features of depreciation. What are the different features of depreciation? ഈ ഡിപ്രിസിയേഷന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഇതിന്റെ വാല്യൂ, അസറ്റിന്റെ വാല്യൂ കുറയുന്നതാണ് ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. നമ്മൾ അതിന്റെ ടോട്ടൽ വാല്യൂ ഡിപ്രിസിയേഷൻ കണ്ടെത്തുന്നത്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലെ, നമുക്ക് അറിയുന്ന കാര്യമാണ്. ഫസ്റ്റ് വൺ നമുക്ക് പറയാം, ഇറ്റ്സ് എ ലോസ് ഇൻ ദ ബുക്ക് വാല്യൂ ഓഫ് ദ ഫിക്സ്ഡ് അസറ്റ് അല്ലെ. ബുക്ക് വാല്യൂ, അതായത് അസറ്റിന്റെ വാല്യൂയിൽ ഉണ്ടാകുന്ന ഡിക്ലൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിപ്രിസിയേഷൻ എന്നുകൊണ്ട് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഇറ്റ്സ് ഇൻക്ലൂഡ് ദ ലോസ് വാല്യൂ ഓഫ് ഡ്യൂ ടു പാസേജ് ഓഫ് ടൈം, യൂസേജ് ഓർ ഒബ്സലസൻസ്. അതായത് ഇത് എന്താ ഡിനോട്ട് ചെയ്യുന്നത്, സമയം കൂടുന്തോറും അല്ലെങ്കിൽ ഉപയോഗിക്കുന്തോറും അല്ലെങ്കിൽ ടെക്നോളജിയുടെ അപ്ഗ്രഡേഷൻ കൊണ്ടൊക്കെ ചേഞ്ച് ആവുന്നതിന് നമ്മൾ എന്താ പറയുന്നത്, ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്. നമ്മൾ പറഞ്ഞു ഇത് എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ഒരു വർഷം ചാർജ് ചെയ്ത് നിൽക്കുന്ന സംഭവമല്ല അല്ലെ. 22, 23 വാങ്ങുന്ന അസറ്റ് വാങ്ങുന്ന ഡേറ്റ് എങ്കിൽ 23, 24, 24, 25, 25, 26 ഇതിന്റെ യൂസ്ഫുൾ ലൈഫ് മുഴുവൻ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ പറയുന്ന ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യും. സോ ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഓക്കെ, ദിവ്യ മോഹൻ, ഹായ് ദിവ്യ. Okay, it's a continuous process. Next, okay, it's an expired cost and hence must be deducted before calculating taxable income. നമ്മള് ഈ ടാക്സബിൾ ഇൻകത്തിന്റെ കേസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന് കാരണം എന്താണ്, ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നത് എന്താ, നമ്മൾ ടാക്സബിൾ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് ഒരു ഇൻകം ഉണ്ടാവും അല്ലെ, നമുക്കൊരു നെറ്റ് ഇൻകം ഉണ്ടാവും. നെറ്റ് ഇൻകം മീൻസ് എന്താണ്, നമ്മുടെ ബിസിനസ് എല്ലാ ഹെഡിൽ നിന്നും നമ്മൾ ഗെയിൻ ചെയ്യുന്ന പ്രോഫിറ്റ്സ് അല്ലെങ്കിൽ നമുക്കുള്ള ഇൻകം ആണെന്ത്, നമ്മളുടെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്, നമ്മുടെ ടോട്ടൽ നെറ്റ് ഇൻകം എന്ന് പറയുന്നത്. ഇനി അതിൽ നിന്ന് നമുക്കുള്ള എല്ലാ ഡിഡക്ഷൻസും നമ്മൾ കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടാക്സബിൾ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെ. ടാക്സബിൾ ഇൻകം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ ടാക്സബിൾ ഇൻകത്തിന് പുറത്ത് ബിസിനസ് എന്ത് ചെയ്യേണ്ടി വരും, ബിസിനസ് വിൽ പേ
ടാക്സ് ടു ദ ഗവൺമെന്റ്. സോ അത് കാൽക്കുലേറ്റ് ചെയ്തതിന് മുൻപ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ പറയുന്ന ഡിപ്രിസിയേഷൻ റെഡ്യൂസ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ഫിഗർ എന്ത് ചെയ്യുള്ളൂ, കിട്ടുള്ളൂ. നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ട്രൂ ആൻഡ് ഫെയർ ആവണമെങ്കിൽ നമ്മൾ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നത് ടാക്സിബിൾ ഇൻകം കാൽക്കുലേറ്റ് ചെയ്തതിന് മുൻപ് ആയിരിക്കണം. ഇത് ഓൾറെഡി എക്സ്പെയർഡ് ആയിട്ടുള്ള ഇൻകം ആണ്, അല്ല ഇൻകം അല്ല, എക്സ്പെൻസ് ആണ്. അത് പറയാനുള്ള കാരണം എന്താണ്? നമുക്കറിയാം ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് നമുക്കിപ്പോ നമ്മളൊരു സാധനം വാങ്ങുന്ന പോലെയല്ലല്ലോ. അതെന്താണ്? എന്തായാലും അതിന്റെ വാല്യൂ കുറയുമെന്ന് നമ്മൾ എന്ത് ചെയ്യാണ്? കണക്ക് കൂട്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് അതിന് എക്സ്പയർഡ് എക്സ്പെൻസ് എന്ന് പറയാനുള്ള കാരണം. സോ ഇത്രേ ഉള്ളൂ. ടാക്സിബിൾ ഇൻകം കാൽക്കുലേറ്റ് ചെയ്തതിന് പുറത്ത് അല്ലെങ്കിൽ അതിന് മുൻപ് നമ്മൾ എന്ത് ചെയ്യണം? അത് കാൽക്കുലേറ്റ് ചെയ്യണം. ഇനി എന്താണ് നോൺ ക്യാഷ് എക്സ്പെൻസ് എന്ന് പറയാനുള്ള കാരണം? വാട്ട് ഈസ് നോൺ ക്യാഷ് എക്സ്പെൻസ് എന്ന് പറയാനുള്ള കാരണം എന്താണ്? 1 മിനിറ്റ്. എന്തുകൊണ്ടാണ് നോൺ ക്യാഷ് എക്സ്പെൻസ് എന്ന് പറയാനുള്ള കാരണം? അതായത് നമ്മളൊരു പൈസ അല്ലെങ്കിൽ പർട്ടിക്കുലർ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങണം, നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ക്യാഷ് നമ്മൾ പേയ്മെന്റ് നടത്താറുണ്ട് അല്ലെ? നമ്മുടെ ക്യാഷ് നമ്മൾ പേയ്മെന്റ് നടത്താറുണ്ട്. സോ ഈ ഡിപ്രിസിയേഷന്റെ കേസിൽ അങ്ങനെയുള്ള പേയ്മെന്റ് നമ്മൾ നടത്താറുണ്ടോ? ഇല്ല. ഡിപ്രിസിയേഷന്റെ കേസിൽ അങ്ങനെയുള്ള യാതൊരുവിധ പേയ്മെന്റുകളും കാര്യങ്ങളും നമ്മൾ നടത്തുന്നില്ല. ബട്ട് നമുക്കറിയാം അസറ്റിന്റെ വാല്യൂ എന്ത് ചെയ്യുന്നു? കുറയുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഡിപ്രിസിയേഷൻ P&L ചാർജ് ചെയ്യുന്നുള്ള കാര്യം നമുക്ക് അറിയുന്ന കാര്യമാണ്. നെക്സ്റ്റ്, കോസസ് ഓഫ് ഡിപ്രിസിയേഷൻ. എന്തൊക്കെയാണ് ഡിപ്രിസിയേഷനുള്ള കാരണങ്ങൾ? ഇതൊക്കെ ഞാൻ പറഞ്ഞാണ്. വേഗം ഒന്നും എന്ത് ചെയ്യാം? പറഞ്ഞു. വെയർ ആൻഡ് ഷെയർ ഡ്യൂ ടു യൂസേജ് ഓഫ് പാസേജ് ഓഫ് ടൈം. ക്ലിയർ. നമ്മൾ നിരന്തരമായിട്ട് അസറ്റ് ഉപയോഗിക്കുന്നവർ എന്ത് ചെയ്യും? അതിന്റെ വാല്യൂ കുറയും. നെക്സ്റ്റ് വേർഡ് എക്സ്പ്രഷൻ ഓഫ് ലീഗൽ റൈറ്റ്സ്. എന്താണ്? നമ്മളുടെ, ഞാൻ പറഞ്ഞു ഒരു എക്സാമ്പിൾ പറഞ്ഞു, നമ്മള് പേറ്റന്റ് എടുക്കുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? പേറ്റന്റ് എടുക്കുന്ന കാര്യം. സോ അത് ഇത്ര വർഷത്തേക്കാണ് നമ്മൾ എടുക്കുക. ആ വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, അതിന്റെ വാലിഡിറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എന്താ സംഭവിക്കുക? അതിന്റെ എക്സ്പയർഡ് ആയി എന്ന് പറയാൻ പറ്റും. സോ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അത് ഉപയോഗിക്കുന്ന പറയുന്നത് ലീഗൽ റൈറ്റ്സ് അല്ലെ എക്സ്പയർ ആവുന്നതോറും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതൊരു ഡിപ്രിസിയേഷനുള്ള കാരണമാണെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. ക്ലിയർ ആണോ? നെക്സ്റ്റ് പോയിന്റ് നമുക്ക് നോക്കാം. ഒബ്സലേറ്റ് ചെയ്യാം അല്ലെ? ഒബ്സലേറ്റ് എന്തുകൊണ്ട്? ടെക്നോളജി അപ്ഗ്രഡേഷൻ കൊണ്ട് നമുക്ക് എന്ത് വരാം? ഡിപ്രിസിയേഷൻ വരാം. ടെക്നോളജി ഇംപ്രൂവ്മെന്റ്സ് കൊണ്ട് നമുക്ക് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അതായത് ഒരു ഡിപ്രിസിയേഷൻ ഉള്ള ഒരു കാരണമാണെന്ന് നമുക്ക് സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ അബ്നോർമൽ ഫാക്ടേഴ്സ്. ഇപ്പൊ നമുക്കറിയാം നമുക്ക് എല്ലാ കാര്യങ്ങളും ഉറപ്പൊന്നും നമ്മൾ ജീവിക്കുന്നത് അല്ലെ? നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ചിലപ്പോൾ നാച്ചുറൽ ഹസാർഡ്സ്, നമുക്ക് ഹസാർഡുകൾ വരാം അല്ലെ? ഫ്ലഡ് വരാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ അസറ്റിന്റെ മൊത്തത്തിൽ എന്ത് ചെയ്യാം? ചിലപ്പോൾ പോകാം, ഭാവിയിലുള്ള കാര്യം. സോ അങ്ങനെയൊക്കെ നമ്മൾ മുൻകൂട്ടി കണ്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നത്. അബ്നോർമൽ ഫാക്ടേഴ്സ് ആണെന്ത്? അടുത്ത ഡ്യൂ ടു ഫ്ലഡ്സ്, ഫയർ എക്സെട്ര അല്ലെ? നമുക്ക് പറയാൻ പറ്റത്തില്ല ഫയറോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമോ എന്ന് പറയാൻ പറ്റില്ല. ഉണ്ടാവാതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റത്തുള്ളൂ. സോ അബ്നോർമൽ ഫാക്ടേഴ്സ് കൊണ്ട് നമുക്ക് എന്ത് വരാം? ഡിപ്രിസിയേഷൻ വരാം. ഇനി നീഡ് ഓഫ് ഡിപ്രിസിയേഷൻ. എന്താണ് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്ന ആവശ്യകത എന്ന് പറയുന്നത്? ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ യൂസ്ഫുൾ ലൈഫ് കഴിഞ്ഞാലും അതിന്റെ വാല്യൂ നമ്മൾ കോസ്റ്റ് ഓഫ് അസറ്റ് ആയിരിക്കും അല്ലെ? നമ്മൾ വാങ്ങിയ പ്രൈസ് തന്നെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? അപ്പോഴും അസറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് അത് ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആണോ? അല്ല. ട്രൂ ആൻഡ് ഫെയർ വ്യൂ അല്ല. പിന്നെ അതുപോലെ തന്നെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഓരോ വർഷവും ഈ അസറ്റിന്റെ വാല്യൂ കുറയുന്നതായിട്ട് കാണിച്ചിട്ടില്ല, ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മുടെ പ്രോഫിറ്റ് അവിടെ ഇൻക്രീസ് ചെയ്തിരിക്കുകയായിരിക്കും. ഒരു എക്സ്പെൻസ് ഓൾറെഡി നമുക്ക് ഹാപ്പൻ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ അസറ്റിന്റെ വാല്യൂ കുറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം. പക്ഷെ നമ്മൾ ചാർജ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോഫിറ്റിന്റെ വ്യൂ എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പോൾ ആക്ച്വൽ വ്യൂ ആണെന്നുണ്ടെങ്കിൽ വി ഷുഡ് ചാർജ് ദ ഡിപ്രിസിയേഷൻ ഇൻ ദ P&L അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? നമ്മൾ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്തിരിക്കണം എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? മനസ്സിലാക്കിയിരിക്കുക. ഇനി അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ടാക്സബിൾ ഇൻകത്തിന്റെ പുറത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഗവൺമെന്റിന് ടാക്സ് കൊടുക്കുന്നത്. സോ നമ്മൾ ഇത് ചാർജ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ടാക്സബിൾ ഇൻകം ഹൈ ആയിരിക്കും. വി ഷുഡ് പേ ഹയർ ടാക്സ് ടു ദ ഗവൺമെന്റ്. അപ്പൊ അതും നമ്മൾ എന്ത് ചെയ്യണം? നോട്ട് ചെയ്യണം. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഒരു ആവശ്യകതയായിട്ട് വരുന്നത്. ഫസ്റ്റ് വൺ, ടു അസർടെയിൻ ട്രൂ ഫെയർ അല്ലെ? ട്രൂ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. മാച്ചിങ് കോൺസെപ്റ്റ് അല്ലെ? മാച്ചിങ് കോൺസെപ്റ്റിൽ നമ്മൾ പറയുന്നുണ്ട് റവന്യൂ ഷുഡ് ബി മാച്ച്ഡ് വിത്ത് ദ ഇൻകം ഓഫ് ദ പെർട്ടിക്കുലർ ഇയർ. നമ്മൾ ആ വർഷമുള്ള എക്സ്പെൻസ് അല്ലെങ്കിൽ ഇൻകത്തിനോട് മാച്ച് ആയിരിക്കണം എന്ത്? നമ്മുടെ എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഇപ്പോ അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആയിരിക്കും? അല്ല. ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്തിട്ടില്ലെങ്കിൽ
പ്രോഫിറ്റ് കൂടുതലായിട്ടായിരിക്കും ഇരിക്കുന്നത്, നമുക്ക് ട്രൂ ആൻഡ് ഫെയർ ആയിട്ടുള്ള വ്യൂ നമുക്ക് എന്ത് ചെയ്യത്തില്ല, ലഭിക്കില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഫോർ റിഡക്ഷൻ ഓഫ് ടാക്സ് നമുക്ക് എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും ടാക്സബിൾ ഇൻകം ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്തതോടെ കുറയും, നമുക്ക് ടാക്സ് എന്ത് ചെയ്യാം, ലാഭിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഹയർ ടാക്സ് കൊടുക്കുന്നതിൽ നമുക്ക് ഒഴിവാൻ പറ്റും. ടു അസർട്ടൈൻ ട്രൂ ആൻഡ് ഫെയർ ഫിനാൻഷ്യൽ പൊസിഷൻ ഇൻ ദ ബാലൻസ് ഷീറ്റ്, അതായത് വെൻ വി കാൽക്കുലേറ്റ് അല്ലെങ്കിൽ when we prepare the balance sheet, financial statement, നമ്മൾ ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. when we prepare the balance sheet we treated the depreciation as a deduction from the value of the asset. how it can be ട്രീറ്റർ നമുക്ക് നോക്കാം. ജസ്റ്റ് ഇപ്പൊ മെഷീനറി ആണെന്ന് വിചാരിക്കുക, മെഷീനറി ഇത് അസറ്റ് സൈഡ് ആണെന്ന് വിചാരിക്കുക കേട്ടോ, അസറ്റ് സൈഡ് ആണെന്ന് വിചാരിക്കുക. സോ ഈ അസറ്റ് സൈഡിൽ നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക, മെഷീനറിയുടെ വാല്യൂ 10 lakh rupees ആണെന്ന് വിചാരിക്കുക, നമ്മൾ ലെസ് ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അസറ്റിന്റെ വാല്യൂ എഴുതും. ദാറ്റ് ഈസ് 80,000 ആണെന്നുണ്ടെങ്കിൽ we deduct the 80,000 rupees from 10 lakh, that is the cost of asset. 9,20,000 will be the value of the asset after deducting the depreciation. So while we preparing the balance sheet, true and fair view ആയിരിക്കും എവിടെ ലഭിക്കുന്നത്, നമ്മള് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്നത്. ഇനി കംപ്ലൈൻസ് വിത്ത് ലീഗൽ പ്രൊവിഷൻസ് എന്ത് ചെയ്യണം, നമ്മൾ ലീഗലായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഡിപ്രിസിയേഷൻ എന്ത് ചെയ്യണം, നമ്മൾ ചാർജ് ചെയ്യണം. സോ അത് ലീഗൽ ഫോർമാലിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മളിത് പ്രിപ്പയർ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ ചെയ്യാറുണ്ട്. ടു റീറ്റെയിൻ ഫണ്ട്സ് ഫോർ റീപ്ലേസ്മെന്റ്, അതായത് നമുക്കറിയാം നമ്മൾ ഓരോ വർഷവും ഡിപ്രിസിയേഷൻ എമൗണ്ട് മാറ്റി വെക്കുന്നുണ്ട് അല്ലെ. സോ ആ എമൗണ്ട് ഒക്കെ ഒരു ബൾക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവസാനം ഒരു പുതിയ അസറ്റ് വാങ്ങുമ്പോൾ റീപ്ലേസ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതെടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ടു റീപ്ലേസ് എ ന്യൂ അസറ്റ് ഇൻസ്റ്റെഡ് ഓഫ് ദ ഓൾഡ് അസറ്റ്. ടു ഡിസ്ട്രിബ്യൂട്ട് ഡിവിഡൻഡ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് ഒൺലി, നമ്മളൊക്കെ അറിയാം നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് നമ്മൾ കൊടുക്കുന്നതാണല്ലേ ഡിവിഡൻഡ്. സോ ഈ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആണ് നമുക്കറിയാം അല്ലെ. നമ്മൾ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാതെയാണ് നമ്മൾ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുക, പ്രോഫിറ്റ് ഹയർ ആയിരിക്കും. ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഈ ഹയർ ആയിട്ടുള്ള പ്രോഫിറ്റിൽ നിന്നാണ് ഡിവിഡൻഡ് കൊടുക്കുന്നതെങ്കിൽ ദ ഷെയർ ഹോൾഡേഴ്സ് വിൽ ഗെറ്റ് ഹയർ ഡിവിഡൻഡ് അല്ലെ, ഹയർ ഡിവിഡൻഡ്. അവർക്ക് ഹയർ ഡിവിഡൻഡ് കിട്ടും, പക്ഷെ അത് എന്തിൽ നിന്നല്ല, ട്രൂ പ്രോഫിറ്റിൽ നിന്നല്ല, അല്ലെങ്കിൽ നമ്മുടെ ആക്ച്വൽ പ്രോഫിറ്റിൽ നിന്നല്ല. സോ ആക്ച്വൽ പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ നമ്മളുടെ ഇൻകത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, P&L അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് വി ഷുഡ് ഡിഡക്ട് ദ ഡിപ്രിസിയേഷൻ ആൻഡ് ആഫ്റ്റർ ദാറ്റ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ, നമ്മൾ ഈ പറയുന്ന ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്തതിനു ശേഷം മാത്രം ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. സോ അറ്റ് ദാറ്റ് ടൈം ഡിവിഡൻഡ് വിൽ ബി ഗെറ്റ് ഔട്ട് ഓഫ് ആഫ്റ്റർ അല്ലെങ്കിൽ കറക്റ്റ് പ്രോഫിറ്റ്, ആക്ച്വൽ പ്രോഫിറ്റ് ഉള്ളി. ദിസ് ഈസ് ദ നെക്സ്റ്റ് നീഡ്. അപ്പൊ ഇത്രയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ നീഡ് എന്ന് പറയുന്നത്, നീഡ് ഓഫ് ഡിപ്രിസിയേഷൻ എന്ന് പറയുന്ന കാര്യങ്ങൾ ഇത്രയൊക്കെയാണ് എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിരിക്കുക. നീഡ് ഓഫ് ഡിപ്രിസിയേഷൻ. നെക്സ്റ്റ് കോൺസെപ്റ്റ് ഈസ് ദാറ്റ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിപ്രിസിയേഷൻ. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ഡിപ്രിസിയേഷൻ, എന്തൊക്കെ കാര്യങ്ങളാണ് ഡിപ്രിസിയേഷന്റെ എമൗണ്ടിനെ, ഇപ്പൊ നമ്മൾ 80,000 രൂപയാണ് അല്ലെങ്കിൽ 1,00,000 രൂപയാണ് ചാർജ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അഫക്ട് ചെയ്യുന്നുള്ള കാര്യമാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ദ ഫസ്റ്റ് പോയിന്റ് ഈസ് കോസ്റ്റ് ഓഫ് അസറ്റ്. അതായത് നമ്മൾ എത്ര രൂപയ്ക്കാണോ ഈ അസറ്റ് പർച്ചേസ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് ദ വാല്യൂ ഓഫ് കോസ്റ്റ് ഓഫ് അസറ്റ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ എത്ര രൂപയ്ക്കാണോ ഈ അസറ്റ് വാങ്ങുന്നത്, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുക. നമ്മളിപ്പോ ഞാൻ പറഞ്ഞു 9 ലക്ഷം രൂപയാണ് നമുക്കൊരു മെഷീനറി വാങ്ങാൻ വേണ്ടിയിട്ടായത്. ക്ലിയർ? മെഷീനറി വാങ്ങാൻ വേണ്ടിയിട്ടായത്. മെഷീനറിയുടെ കോസ്റ്റ്, മെഷീനറിയുടെ കോസ്റ്റ് എത്രയാണ്? 9 ലക്ഷം. കോസ്റ്റ് ഓഫ് റുപ്പീസ് 9 lakh. പക്ഷെ നമുക്ക് അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ, അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു 50,000 റുപ്പീസ് ആയിരിക്കും. നമ്മൾ ദൂരത്തു നിന്നാണ് കൊണ്ടുവരുന്നത്, 50,000 ആയി. ഇനി അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തായി, നമുക്ക് 50,000 റുപ്പീസ് അഗെയിൻ ആയി. സോ മൈ ക്വസ്റ്റ്യൻ ഈസ്, നമ്മൾ എത്ര രൂപയാണ് ടോട്ടൽ കോസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ മെഷീനറിയുടെ കോസ്റ്റ് ആയിട്ട് കണക്കാക്കുക? നമുക്ക് ആകെ വന്നിട്ടുള്ള 50,000 രൂപ, 9 ലക്ഷം രൂപ മാത്രമേ നമ്മൾ കണക്കാക്കുകയുള്ളൂ. അങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കും, നമ്മൾ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് എക്സ്പെൻസിൽ ഇടേണ്ടതായിട്ട് വരും. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആവോ? ഇല്ല. അപ്പോ ഒരു അസറ്റിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് വരെയുള്ള നമ്മുടെ റെഡി ടു യൂസ് ആയിരിക്കണം. നമുക്ക് ഉപയോഗിക്കാൻ പാകത്തിന് ആകുന്ന വരെയുള്ള എക്സ്പെൻസ് നമ്മൾ എന്തായിട്ടാണ് കണക്കാക്കുക? ആ അസറ്റിന്റെ വാല്യൂ ആയിട്ടാണ് അല്ലെങ്കിൽ എക്സ്പെൻസ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രീറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ വാല്യൂ ഓഫ് ദ മെഷീനറി ഈസ് 10 lakh. We record the value of machinery as
10 lakh rupees. അതെന്ത് ചെയ്യുക, മനസ്സിലാക്കിയിരിക്കുക. സോ ദിസ് ഈസ് ദ കോൺസെപ്റ്റ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിരിക്കുക. 10 lakh rupees ആണ് എന്ത് ചെയ്യുക, മെഷീനറിയുടെ വാല്യൂ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അപ്പൊ കോസ്റ്റ് ഓഫ് അസറ്റ് മീൻസ് പർച്ചേസ് പ്രൈസ് ദാറ്റ് ഈസ് 9 lakh പ്ലസ് ഓൾ എക്സ്പെൻസ് അപ് ടു റെഡി ടു യൂസ്. ഓക്കെ, നമുക്ക് ഉപയോഗിക്കാൻ പാകത്തിനാവുന്ന വരെയുള്ള ട്രാൻസ്പോർട്ടേഷനും അല്ലെങ്കിൽ ഇൻസ്റ്റലേഷൻ ചാർജും ഒക്കെ എന്തായിട്ടാണ് വരിക, ആ മെഷീനറിയുടെ കോസ്റ്റ് ആയിട്ടാണ് വരിക എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിരിക്കുക. സോ എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ്, അതായത് ഈ ഒരു മെഷീനറി നമ്മൾ വാങ്ങുന്നത് നമുക്കൊരു 5 വർഷത്തേക്ക് 5 ഇയറിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണെന്ന് വിചാരിക്കുക. നമ്മൾ 5 വർഷത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മെഷീനറി പർച്ചേസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ യൂസ്ഫുൾ ലൈഫ്. എത്ര വർഷം നമുക്കത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും, യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും, ബിസിനസിന്റെ ആവശ്യത്തിന് നമുക്കത് എത്ര കാലം ഉപയോഗിക്കാൻ വേണ്ടി പറ്റും, ദാറ്റ് ഈസ് ദെയർ യൂസ്ഫുൾ ലൈഫ്. നെക്സ്റ്റ് വൺ സ്ക്രാപ്പ് വാല്യൂ. നമ്മൾ 10 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ ഒരു അസറ്റ് ആണ്. 5 വർഷം നമ്മൾ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്തതിന് ശേഷം നമ്മൾ വിൽക്കുന്ന സമയത്ത് നമുക്കൊരു 3 ലക്ഷം രൂപയാണ് എന്ത് ചെയ്യുന്നത്, അസറ്റിന് വില കിട്ടുന്നത്. നമ്മൾ വിൽക്കൂലേ, പഴയത് വിൽക്കുമ്പോൾ നമുക്ക് കുറച്ച് പൈസ കിട്ടൂലേ, പഴയ മെഷീനറി വിൽക്കുമ്പോൾ നമുക്ക് പൈസ കിട്ടും. ദാറ്റ് ഈസ് 3 lakh എന്ന് വിചാരിച്ചോ, ദാറ്റ് ഈസ് ദെയർ സ്ക്രാപ്പ് വാല്യൂ. ക്ലിയർ? It is the amount which is expected to be realized at the end of its useful life. അതായത് അതിന്റെ ഉപയോഗിക്കുന്ന കാലാവധി കഴിയുന്ന സമയത്ത് നമുക്ക് എത്ര രൂപ അത് വിറ്റാൽ കിട്ടും. ദാറ്റ് ഈസ് ദ വാല്യൂ ഓഫ് സ്ക്രാപ്പ്. Clear? It is also called residual value. It is also known as residual value or salvage value. Okay, appo scrap value or residual value or നമുക്ക് പറയാൻ പറ്റും salvage value എന്ന് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. So these are the terms. Clear? നമ്മൾ ഇതിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടേംസ് ആണ് ഈ പറയുന്ന ടേംസ് എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ, ഡിപ്രിഷിയബിൾ കോസ്റ്റ്. എന്താണ് ഡിപ്രിഷിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് ദ ടോട്ടൽ കോസ്റ്റ് ഇൻവേർഡ് ഫോർ ഡിപ്രിസിയേഷൻ. അല്ലെങ്കിൽ നമ്മുടെ എല്ലാ വർഷവും യൂസ്ഫുൾ ലൈഫിൽ മുഴുവൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഡിപ്രിസിയേഷന്റെ ടോട്ടൽ എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിപ്രിഷിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഡിപ്രിഷിയബിൾ കോസ്റ്റ്. ലെറ്റ്സ് ടേക്ക് ആൻ എക്സാമ്പിൾ. നമ്മൾ 10 ലക്ഷം രൂപയുടെ അസറ്റ് വാങ്ങി. ഓക്കെ, നമുക്ക് സ്ക്രാപ്പ് വാല്യൂ നമ്മൾ വിറ്റ സമയത്ത് 3 ലക്ഷം രൂപ കിട്ടി. Then the depreciable cost is being 7 lakh rupees. ഓക്കെ, ഇത്രയാണ് നമ്മൾ എന്താ യൂസ്ഫുൾ ലൈഫിൽ നമ്മൾ എന്ത് ചെയ്തത്, നമ്മൾ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്തത്. ഓക്കെ, ഇതാണ് ഡിപ്രിഷിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ കോസ്റ്റ്. ഹൗ വി കാൽക്കുലേറ്റ് ദ ഡിപ്രിഷിയബിൾ കോസ്റ്റ്? We are deducting the scrap value from the total cost of the asset. Then we will get the value of depreciable cost. അപ്പോൾ ഈ ടേമുകൾ ഒക്കെ ആണല്ലോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ഈ പറയുന്ന ടേംസിൽ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? കോസ്റ്റ് ഓഫ് അസറ്റ്, എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ്, സ്ക്രാപ്പ് വാല്യൂ, ഡിപ്രിഷിയബിൾ കോസ്റ്റ്, ഈ പറയുന്ന ടേംസിലൊക്കെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എനി ഡൗട്ട്സ്? ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. Then we are moving on to the important part of this chapter. ഓക്കെ, 2 മെത്തേഡ്സ് ആണ് നമുക്ക് ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ആ 2 മെത്തേഡ്സിൽ നിന്ന് എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻസ് വിൽ ബി ആസ്ക്ഡ് ഇൻ യുവർ എക്സാമിനേഷൻ. എക്സാമിന് എന്തായാലും ചോദിക്കും. നമുക്ക് ഷുവർ ആയിട്ട് പറയാൻ പറ്റും ഡിപ്രിസിയേഷനിൽ നിന്ന് ഒരു മെത്തേഡിൽ എന്തായാലും എന്ത് ചെയ്യും, ചോദ്യം ചോദിക്കും എന്നുള്ള കാര്യം നമുക്ക് ഷുവർ ആണ്. സോ ഈ 2 മെത്തേഡ്സ് ആണുള്ളത്. ദാറ്റ് ഈസ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്, ദെൻ റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡ്. ദീസ് ആർ ദ 2 മെത്തേഡ്സ് calculating depreciation. ഓക്കെ, 2 മെത്തേഡ്സ് ആണുള്ളത്. എന്തൊക്കെയാണെന്ന് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഈ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് പ്രകാരം ഡിപ്രിസിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ വാല്യൂ എല്ലാ വർഷവും എന്തായിരിക്കും, ഒരേ തുകയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ചാർജ് ചെയ്യുന്നത്. Clear? Let's take an example. We are purchasing the asset for ₹5 lakh. Okay, 5 lakh rupees നമ്മൾ അസറ്റ് പർച്ചേസ് ചെയ്തു. We charge the depreciation as the percentage of 10. Okay, 10% depreciation will be charged from the profit and loss account each year. So നമ്മൾ ഫസ്റ്റ് ഇയറിൽ 50,000 rupees ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ചാർജ് ചെയ്യുന്നത്. 50,000 rupees will be charged in the first year. Okay, first year. In the second year, by using the straight line method, we are charging the same amount of depreciation year after year. Clear? The second year, we should also charge 50,000 rupees. Third year, we are also charging rupees 50,000.
Okay, again the fourth year we are charging the amount as 50,000. So in the case of straight line method, we are charging the depreciation as the same amount or same percentage. The amount of depreciation will not be changed year after year. That is the concept of straight line method. Straight ആയിട്ട് എന്ത് ചെയ്യും, അത് മുന്നോട്ട് പോകും. ക്ലിയർ ആണോ? Set ആണോ? Next one, written down value method. Okay, let's take the same example here. So we are calculating depreciation from this amount, that is 50,000, 5 lakh rupees. Depreciation is being charged as 10% from the cost of the asset. And in the first year, we are charging depreciation as 10%, that is 5 lakh 10% is 50,000 rupees. But in the second year, written down value method പ്രകാരം നമ്മൾ 50,000 rupees അല്ല ചാർജ് ചെയ്യുക. പിന്നെയോ റിട്ടേൺ ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റിന്റെ വാല്യൂ എന്ത് ചെയ്യും, കുറയും. അതിന്റെ അർത്ഥം എന്താണ് മക്കളെ? ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അസറ്റിന്റെ വില 5 lakh മൈനസ് 50,000 ആയി മാറുകയാണ്. ക്ലിയർ? 5 lakh മൈനസ് 50,000 ആയിട്ട് മാറാണ് നമ്മുടെ അസറ്റിന്റെ വാല്യൂ. സോ 4,50,000 രൂപയാണ് ഇപ്പൊ എന്ത് അസറ്റിന്റെ വാല്യൂ. അതിന്റെ 10% ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് രണ്ടാമത്തെ വർഷം ചാർജ് ചെയ്യുന്നത്. ഓക്കെ ആണോ? അപ്പോ 45,000 രൂപയായിരിക്കും നമ്മളുടെ എന്ത് ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. 45,000 രൂപയായിരിക്കും ഡിപ്രിസിയേഷൻ സെക്കൻഡ് ഇയറിൽ. ഫസ്റ്റ് ഇയറിൽ 50,000 ആണ്, സെക്കൻഡ് ഇയറിൽ 45 ആണ്. നിങ്ങൾ വിചാരിക്കും അടുത്ത ഇയർ ഏതായിരിക്കും 45 ആയിരിക്കോ? അല്ല, അടുത്ത വർഷം ഈ അസറ്റിന്റെ വാല്യൂ തേർഡ് ഇയറിലെ അസറ്റിന്റെ വാല്യൂ 4,50,000 നിന്ന് 45,000 കുറഞ്ഞിരിക്കുകയാണ് അല്ലെ? എത്ര രൂപയായി മാറി? എത്ര രൂപയായിട്ട് മാറുന്നേ? 4,50,000 45,000 കുറച്ച് 4,05,000 ആയിട്ട് മാറി. ഈ 4,05,000 രൂപയുടെ 10% അല്ലെ? 4,05,000 രൂപയുടെ 10% നമുക്ക് എന്ത് ചെയ്യുക അടുത്ത വർഷം ഡിപ്രിസിയേഷൻ വരിക. ദാറ്റ് ഈസ് 40,500 അല്ലെ? 40,500 rupees ആണ്. ഇങ്ങനെ ഓരോ വർഷവും അസറ്റിന്റെ വാല്യൂ കുറയുകയും അതിന് പ്രകാരം ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? കോൺസെപ്റ്റ് ഓക്കെ ആവുന്നുണ്ടോ? സെറ്റ് ആവുന്നുള്ള കാര്യം എന്ത് ചെയ്യാം ഒന്ന് ജസ്റ്റ് പറയാട്ടോ. സെറ്റ് ആവുന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് പറയാ. ദാറ്റ് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്. Straight line method we are charging depreciation year after year the same amount. Clear? But in the case of return down value method, the amount of depreciation will be changed year after year on the basis of the book value of the asset. Total cost അല്ല, ബുക്ക് വാല്യൂ എത്രയാണ് ആ പാർട്ടിക്കുലർ ഇയറിൽ ബുക്ക് വാല്യൂ അസറ്റിനുള്ളത്, അതിന് പ്രകാരമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. ദാറ്റ് ഈസ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ആൻഡ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? സെറ്റ് ആണോ? ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാടാ, നമുക്ക് ഈ പറയുന്ന സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്താന്ന് നോക്കാം. ഓക്കെ, സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ഞാൻ പറഞ്ഞു. In the case of straight line method, we are charging the same amount of depreciation year after year എന്ന് പറഞ്ഞു. Then അതിൽ നോട്ട് നോക്കി. This is a method which a fixed amount is deducted from the value of asset year after year on account of depreciation and debited to P&L account. നമ്മൾ P&L അക്കൗണ്ടിലാണ് എന്ത് ചെയ്യുന്നത് ഡെബിറ്റ് ചെയ്യുന്നത്, because it is an expense. Clear ആണോ? Next one, it is also called original cost method because depreciation is charged every year is a fixed percentage on original cost of the asset. It is also known as original cost method. Why? Because we are charging the same amount of depreciation every year on the basis of the original cost of the asset. Clear? അതാ അസറ്റിനുള്ള ഒറിജിനൽ കോസ്റ്റിനാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ് എന്ന് പറയാറുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഫിക്സ്ഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ്. അതുകൊണ്ട് എന്താ അത് പറയാൻ കാരണം സെയിം തന്നെയാണ്, സെയിം എമൗണ്ട് ആണ് എന്ത് ചെയ്യുന്നത് എല്ലാ വർഷവും നമ്മൾ ചാർജ് ചെയ്യുന്നത്. സോ ഇൻ ദാറ്റ് കേസ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഫിക്സ്ഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ്, ബിക്കോസ് ദ എമൗണ്ട് ഓഫ് ഡിപ്രിസിയേഷൻ
remains constant from year to year over the useful life of the asset. In this method, the value of asset becomes zero at the end of the effective life. അതായത് അതിന്റെ എഫക്റ്റീവ് ലൈഫ് കഴിയുന്ന സമയത്ത് നമുക്ക് എന്താവും, അതിന്റെ വാല്യൂ സീറോ. എക്സാമ്പിൾ പറഞ്ഞുതരാം. 10% വെച്ചിട്ട് നമ്മൾ 5 ലക്ഷം രൂപ 10 വർഷത്തേക്കാണ് എന്ത് ചെയ്യുന്നത്, എടുക്കുന്നത് അല്ലേ. 10 വർഷത്തേക്ക് എടുക്കുന്നുണ്ടെങ്കിൽ 10 വർഷം 50,000 രൂപ വെച്ച് നമ്മൾ ചാർജ് ചെയ്യേണ്ടി വരും. അപ്പൊ എന്തായി മാറി, 5 ലക്ഷം രൂപ ആയി മാറി. സോ അറ്റ് ദ എൻഡ് ഓഫ് ദ റെസിജ്വൽ ലൈഫ് അല്ലെങ്കിൽ എൻഡ് ഓഫ് ദ യൂസ്ഫുൾ ലൈഫ്, ദ വാല്യൂ ഓഫ് അസറ്റ് ബീങ് സീറോ. 5 ലക്ഷം മൈനസ് 5 ലക്ഷം എന്ന് പറയുന്നത് എത്രയാണ്, സീറോ ആണ്. സോ ദ വാല്യൂ ഓഫ് അസറ്റ് ബീങ് സീറോ ആഫ്റ്റർ ദർ യൂസ്ഫുൾ ലൈഫ്, ദാറ്റ് ഈസ് നോൺ ആസ് ഫിക്സ്ഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ്. ഫിക്സ്ഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് എന്ന് പറയുന്നത് ക്ലിയർ ആണോ? ദാറ്റ് ഈസ് the first method of calculation of depreciation. Then how we calculate the cost? Depreciation എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും, ഏത് ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുക? Depreciation equals cost of asset. അതായത് എത്രയാണ് ഞാൻ പറഞ്ഞത്, 5 ലക്ഷം. ഇനി എസ്റ്റിമേറ്റഡ് നെറ്റ് റെസിജ്വൽ വാല്യൂ, അതായത് ഈ അസറ്റ് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപ കിട്ടും. ഞാൻ പറയുന്നത് നമുക്കൊരു 5 ലക്ഷം രൂപയുടെ മെഷീനറി വാങ്ങി അത് യൂസ്ഫുൾ ലൈഫ് കഴിഞ്ഞ് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ഞാനൊരു 1 lakh rupees ആയിട്ട് എടുക്കുകയാണ്. 1 lakh നമുക്ക് വിറ്റാൽ കിട്ടുമെന്ന് വിചാരിക്കും, എടുക്കുകയാണ്. ഓക്കെ, അങ്ങനെ സങ്കല്പിക്കുകയാണ്. ഓക്കെ, സങ്കല്പിക്കാം. ഡിവൈഡ് ബൈ ലൈഫ് ഓഫ് ദ അസറ്റ്, എത്ര വർഷമാണ് ഈ അസറ്റ് ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ പറയുന്നു നമ്മളൊരു 5 വർഷമാണ് എന്ത് ചെയ്യുന്നത്, ഈ അസറ്റ് ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത്. ക്ലിയർ ആണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡിപ്രിസിയേഷൻ എത്രയായിരിക്കും? 5 ലക്ഷം മൈനസ് 1 ലക്ഷം 4 ലക്ഷം. 4 ലക്ഷം ഡിവൈഡ് ബൈ 5 അല്ലെ, 4 ലക്ഷം ഡിവൈഡ് ബൈ 5 എത്ര വരുന്നേ, 4 ലക്ഷം ഡിവൈഡ് ബൈ 5. 4 lakh ഡിവൈഡ് ബൈ 5 എത്ര, കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞേ. 4 lakh ഡിവൈഡ് ബൈ 5 80,000 rupees അല്ലെ. 80,000 rupees ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡിപ്രിസിയേഷൻ എമൗണ്ട് ചാർജ് ചെയ്യേണ്ടത്. അപ്പോഴല്ലേ 5, അപ്പോൾ നോക്കിയാൽ മതി 80,000 കാൽക്കുലേറ്റ് ചെയ്തു, അതിന് 5 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി, 4 ലക്ഷം രൂപയായി അല്ലെ. 4 ലക്ഷം രൂപ നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ ഈ 5 വർഷം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ചാർജ് ചെയ്ത് തീർക്കും. ദിസ് ഈസ് ദ കോൺസെപ്റ്റ്. അല്ലെങ്കിൽ ഇങ്ങനെയാണ്, ഈ ഒരു വിധത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബൈ യൂസിങ് നമ്മളുടെ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. ഇനി അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കോസ്റ്റ് ഓഫ് അസറ്റ് ഇൻറ്റു റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ. നമുക്ക് റേറ്റ് തരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഇപ്പൊ കോസ്റ്റ് 5 ലക്ഷം രൂപയായി. ഓക്കെ, കോസ്റ്റ് ഓഫ് അസറ്റ് 5 ലക്ഷം രൂപയാണ്. സ്ക്രാപ്പ് വാല്യൂന്റെ കാര്യമൊന്നും പറയുന്നില്ല. 10% റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ തരുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. 5 ലക്ഷം ഇൻറ്റു 10/100 ചെയ്താൽ പോരെ. അപ്പൊ നമുക്ക് എത്ര കിട്ടും, 5 ലക്ഷം അല്ല 50,000 രൂപ കിട്ടും അല്ലെ. 50,000 രൂപയാണ് നമുക്ക് എന്ത് ചെയ്യാം, കിട്ടുക ഡിപ്രിസിയേഷൻ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതും ചെക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. ക്വസ്റ്റ്യനിൽ എന്താണോ തരുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാൽക്കുലേഷൻസ് നടത്തുന്നത്. ഇനി ഇഫ് യു നോ ദ എമൗണ്ട് ഓഫ് ഡിപ്രിസിയേഷൻ, നമുക്ക് ഡിപ്രിസിയേഷൻ എമൗണ്ട് അറിയുന്നുണ്ടെങ്കിൽ റേറ്റ്, നമുക്ക് എത്ര റേറ്റ് ആണെന്ന് കണ്ടെത്താൻ പറ്റും. 5% ആണോ 10% കണ്ടെത്താൻ പറ്റും. അതെങ്ങനെയാ, റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ ഈക്വൽസ് ഡിപ്രിസിയേഷൻ. അതായത് ഇപ്പൊ നമ്മൾ ഈ കേസിൽ ഡിപ്രിസിയേഷൻ എത്രയാണ് പറഞ്ഞത്, 50,000. 50,000 ഡിവൈഡ് ബൈ കോസ്റ്റ് ഓഫ് അസറ്റ് 5 lakh ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് കിട്ടൂലേ. ഇൻറ്റു 100 ചെയ്താൽ കിട്ടും 50,000 ഡിവൈഡ് ബൈ 5 lakh ഇൻറ്റു 100 ദാറ്റ് ഈസ് 10% അല്ലെ. 10% ഡിപ്രിസിയേഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഇക്വേഷൻ എന്ത് ചെയ്യുക, തറവായിട്ട് പഠിക്കുക. ഈ ഇക്വേഷൻ കറക്റ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ, നമുക്ക് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ദിസ് ഈസ് ദ കോൺസെപ്റ്റ്, അല്ലെങ്കിൽ ദിസ് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്, നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം അല്ലെ. ദ ഒറിജിനൽ കോസ്റ്റ് ഓഫ് ദ അസറ്റ് ഈസ് എത്രയാ, 2,50,000. Okay, 2,50,000. The useful life of the asset is 10 years. Residual value is 50,000. Okay, residual value is 50,000. Residual value എന്ന് പറഞ്ഞാൽ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് എത്ര എമൗണ്ട് ആണ് കിട്ടാൻ വേണ്ടി പോകുന്നത്. ജസ്റ്റ് ക്ലാസ് കണ്ടോണ്ടിരിക്കുന്ന ഒരു കമന്റ് ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം, മനസ്സിലാവുന്നുണ്ടോ, the concept is clear or not.
ഏത് ഭാഗത്താണ് ഡൗട്ട് ഉള്ളത്? ഐ വിൽ എക്സ്പ്ലെയിൻ ഇറ്റ് അഗെയിൻ. ഞാൻ ഒന്നുകൂടെ എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്യാം. ഏത് ഭാഗത്താണ് ഡൗട്ട് ഉള്ള എല്ലാ കാര്യമൊക്കെ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. നമുക്ക് അടിപൊളിയായിട്ട് തന്നെ സെഷൻ മുന്നോട്ട് കൊണ്ടുപോകാം. കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് ഡിപ്രിസിയേഷൻ ആൻഡ് റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ. ഓക്കെ, എമൗണ്ട് ഓഫ് ഡിപ്രിസിയേഷനും കാൽക്കുലേറ്റ് ചെയ്യണം, എന്ത് ചെയ്യണം, റേറ്റും കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഫസ്റ്റ് ഒന്ന് എടുത്ത് എഴുതാം. കോസ്റ്റ് ഓഫ് ദ അസറ്റ്, കോസ്റ്റ് ഓഫ് അസറ്റ് എത്രയാണെന്ന് ഇരിക്കുന്നത്? 2,50,000. സ്ക്രാപ്പ് വാല്യൂ അല്ലെങ്കിൽ റെസിജ്വൽ വാല്യൂ എത്രയാണെന്ന് ഇരിക്കുന്നത്? 50,000. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഏതാണ്? നമുക്ക് വന്നിരിക്കുന്നത് യൂസ്ഫുൾ ലൈഫ് എത്രയാ? 10 years അല്ലെ? 10 year അല്ല എന്നിരിക്കുന്നത് 10 years. So calculate the amount of depreciation. Depreciation equals depreciation cost of asset. നമ്മൾ പഠിച്ച ഇക്വേഷൻ ആണ്, മനസ്സിലാക്കണം, മറക്കരുത്. കോസ്റ്റ് ഓഫ് അസറ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഓർ റെസിജ്വൽ വാല്യൂ all divided by useful life. യൂസ്ഫുൾ ലൈഫ് എത്ര കിട്ടുന്നത്? കോസ്റ്റ് ഓഫ് അസറ്റ് എത്രയായിരുന്നു? 2,50,000 മൈനസ് 50,000 ഓൾ ഡിവൈഡ് ബൈ 10 അല്ലെ? 10 അല്ല കിട്ടുന്നത്. അപ്പൊ 2 lakh ഡിവൈഡ് ബൈ 10, that is 20,000 rupees is the amount of depreciation. 20,000 is the amount of depreciation. So we have to calculate, we have to also calculate the rate of depreciation. Rate of depreciation എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമുക്ക് അതിന്റെ ഇക്വേഷൻ അറിയാം അല്ലെ? റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇവിടെ എങ്ങനെയാണ്? ഡിപ്രിസിയേഷൻ ഡിവൈഡ് ബൈ കോസ്റ്റ് ഓഫ് അസറ്റ്, ഡിപ്രിസിയേഷൻ ഡിവൈഡ് ബൈ കോസ്റ്റ് ഓഫ് അസറ്റ് ഇൻറ്റു 100 അല്ലേ? അതല്ലേ നമ്മൾ പഠിച്ചേ? ഡിപ്രിസിയേഷൻ ഡിവൈഡ് ബൈ കോസ്റ്റ് ഓഫ് അസറ്റ് ഇൻറ്റു 100 ആണ് നമ്മൾ പഠിച്ച എന്ത് ഇക്വേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? മറന്നിട്ടില്ലല്ലോ, മറന്നിട്ടില്ലല്ലോ. സോ അപ്പൊ എത്രയായിരിക്കും റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ? എത്രയായിരിക്കും? എത്ര റേറ്റിലായിരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമുക്കറിയാം, ഈ ഇക്വേഷൻ മറക്കരുത്. ഡിപ്രിസിയേഷൻ ഡിവൈഡ് ബൈ ഡിപ്രിസിയേഷൻ കോസ്റ്റ് ഓഫ് അസറ്റ് ഇൻറ്റു 100, ദാറ്റ് ഈസ് ഡിപ്രിസിയേഷൻ 20,000, കോസ്റ്റ് ഓഫ് അസറ്റ് എത്രയാണ്? 2,50,000 ഇൻറ്റു 100, 2,50,000 ഡിവൈഡ് ബൈ 100 എത്ര? ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തേ. 20,000 ഡിവൈഡ് ബൈ 2,50,000 ഇൻറ്റു 100, ദാറ്റ് ഈസ് 8%. 8% ഈസ് ദ റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ. ക്ലിയർ? ക്ലിയർ? ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് പ്രകാരം നമ്മൾ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ ഒരു പാറ്റേൺ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. സോ അടുത്തായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? വാട്ട് ആർ ദ ഡിഫറെന്റ് അഡ്വാൻറ്റേജസ് ഓഫ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം, ഇറ്റ് ഈസ് വെരി സിമ്പിൾ ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് അപ്ലൈ. പെട്ടെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, കാരണം ഒറ്റ കാൽക്കുലേഷൻ മതി, എല്ലാ വർഷവും എന്താണ് സെയിം ആണ്. ദെൻ നമുക്ക് പറയാൻ പറ്റും അതിന്റെ സ്ക്രാപ്പ് വാല്യൂ എന്തായിട്ട് മാറും? അപ് ടു 0 അല്ലെ? അതിന്റെ യൂസ്ഫുൾ ലൈഫ് കഴിയുന്ന സമയത്ത് അസറ്റിന്റെ വാല്യൂ എത്രയായിട്ട് മാറും? 0 ആയിട്ട് മാറും. 0 ആയിട്ട് വരെ മാറുന്ന സാഹചര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ്, കമ്പാരിസൺ ഓഫ് പ്രോഫിറ്റ് ഫോർ ഡിഫറെന്റ് ഇയേഴ്സ് ഈസ് വെരി ഈസി. കാരണം എന്താ? നമുക്ക് ഡിഫറെന്റ് ഇയറിലെ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി വളരെ ഈസി ആയിരിക്കും, അല്ലെങ്കിൽ കമ്പയർ ചെയ്യാൻ വേണ്ടി ഈസി ആയിരിക്കും. കാരണം എല്ലാ വർഷവും സെയിം എമൗണ്ട് ആണ് എന്ത് ചെയ്യുന്നത്? ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ നമുക്ക് പറയാൻ പറ്റും, ദിസ് മെത്തേഡ് ഈസ് സ്യൂട്ടബിൾ ഫോർ ദോസ് അസറ്റ് വിച്ച് യൂസ്ഫുൾ ലൈഫ് ക്യാൻ ബി എസ്റ്റിമേറ്റഡ് അക്യുറേറ്റ്ലി. അതായത് നമുക്ക് ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കേസ് ഏതാണ്? കേസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്ന് പറയുന്നത്. നമുക്ക് ഒരു അസറ്റിന്റെ വാല്യൂ നമ്മൾ 5 വർഷമാണ് അസറ്റ് ഉപയോഗിക്കുന്നത്, 10 വർഷമാണ് ഉപയോഗിക്കുന്നത്, നമുക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു കേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന മെത്തേഡ് ഉപയോഗിക്കാൻ വേണ്ടി നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് അറിയാം അതിന്റെ യൂസ്ഫുൾ ലൈഫ് എത്രയാണെന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റും എന്നുണ്ടെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു പെർട്ടിക്കുലർ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യാന്നുള്ള കാര്യം എന്ത് ചെയ്യുക? മനസ്സിലാക്കിയിരിക്കാം. ഓക്കെ ആണോ? ഓക്കെ ആണോ?
നെക്സ്റ്റ് ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാ വർഷവും ഈ അസറ്റിന് ഒരേ വിലയാണെന്നുള്ളത് നമ്മൾ, അല്ലെങ്കിൽ ഒരേ സെയിം എമൗണ്ട് ആണ് അതിന്റെ വാല്യൂ എന്നല്ല നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടല്ലേ ഈ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ അതൊരു ആക്യുറേറ്റ് ആയിട്ടുള്ള മെത്തേഡ് ആയിട്ട് മാറുമോ? മാറില്ല. സോ ആ ഒരു കേസ് നമുക്ക് പറയാൻ പറ്റും ലിമിറ്റേഷൻ ആയിട്ട്, ദിസ് മെത്തേഡ് ഈസ് ബേസ്ഡ് ഓൺ ദ ഫോൾട്ടി അസംഷൻ ദാറ്റ് ഓഫ് ദ സെയിം എമൗണ്ട് ഓഫ് യൂട്ടിലിറ്റി ഓഫ് അസറ്റ് ഇൻ ഡിഫറെന്റ് ഇയേഴ്സ്. സെയിം യൂട്ടിലിറ്റി ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രസ്താവിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ വാദിക്കുന്നത്. അതെന്താണ്, ഒരു ഫാൾട്ടി ആയിട്ടുള്ള അസംഷൻ എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. ഇറ്റ് ഡസ് നോട്ട് ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ ദാറ്റ് ദ ഡിപ്രിസിയേഷൻ ഓൺ ദ അസറ്റ് വിൽ ബി മോർ ആസ് ഇറ്റ് ബിക്കം ഓൾഡ്. അതായത് നമ്മള് ഈ ഒരു കേസ് പ്രകാരം അസറ്റിന്റെ വാല്യൂ 5 ലക്ഷം ആയാലും 50,000 ആണ്, അസറ്റിന്റെ വാല്യൂ 3 ലക്ഷം ആയാലും 50,000 ആണ്. സോ അസറ്റിന്റെ വാല്യൂ കുറയുമ്പോൾ എങ്ങനെ ഡിപ്രിസിയേഷൻ ചാർജ് കൂടുന്നേ? അപ്പൊ അതെന്താണ്, ഒരു ലിമിറ്റേഷൻ ആണ്. ഈ ഒരു മെത്തേഡ് പ്രകാരം നമ്മൾ സെയിം ആയിട്ടാണ് എല്ലാ വർഷവും കാൽക്കുലേറ്റ് ചെയ്യുക, പക്ഷെ ദാറ്റ്സ് ആൻ ഫോൾട്ടി അസംഷൻ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഇതിന്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് മെത്തേഡ് ആണ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്. സോ ഇൻ ദിസ് മെത്തേഡ് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് ഉള്ള കാര്യം ഞാൻ ഇതിലിട്ടുണ്ട്, നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇൻ ദ കേസ് ഓഫ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്, ഈ വാല്യൂ മെത്തേഡ് പ്രകാരം നമ്മൾ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഓക്കെ, കാൽക്കുലേറ്റ് ഇയർ ആഫ്റ്റർ ഇയർ സെയിം എമൗണ്ട് ആയിരിക്കോ? അല്ല, സെയിം എമൗണ്ട് ആയിരിക്കില്ല. നമ്മൾ പറഞ്ഞു കോസ്റ്റ് ഓഫ് ദ അസറ്റ് ആണ് എന്ത്, കോസ്റ്റ് ഓഫ് അസറ്റ് ആണ് 5 ലക്ഷം രൂപ എന്ന് ഞാൻ എക്സാമ്പിൾ നിങ്ങളോട് നേരത്തെ പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇയർ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് 10% റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ എങ്കിൽ നമ്മൾ 50,000 രൂപ ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ദെൻ ദ വാല്യൂ ബീങ് റെഡ്യൂസ്ഡ്, ദ വാല്യൂ ഓഫ് അസറ്റ് ഈസ് ബീങ് റെഡ്യൂസ്ഡ് ആസ് 4,50,000 rupees അല്ലെ, 4,50,000 രൂപ ആയിട്ട് എന്ത് ചെയ്തു, ഈ അസറ്റിന്റെ വാല്യൂ കുറഞ്ഞു. ഇതിന്റെ പേരാണ് ബുക്ക് വാല്യൂ. ഓക്കെ, ബുക്ക് വാല്യൂ എന്ന് പറയുന്നത്. സോ in this method റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്താണ്, ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബുക്ക് വാല്യൂ പ്രകാരമാണ്, അല്ലാതെ ഒറിജിനൽ കോസ്റ്റ് പ്രകാരമല്ല നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ മെത്തേഡിൽ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ ആണോ? കോൺസെപ്റ്റ് ഓക്കെ ആവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, ഞാൻ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, എങ്ങനെയാണ് അസറ്റിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ഓരോ വർഷം അപ്പൊ എന്ത് ചെയ്യും, ഡിപ്രിസിയേഷൻ കുറഞ്ഞു വരും അല്ലെ. ഒരേ എമൗണ്ട് ഓഫ് ഡിപ്രിസിയേഷൻ അല്ല, ഡിഫറെന്റ് ഇയേഴ്സിൽ നമ്മൾ ചാർജ് ചെയ്യുന്നത്. എമൗണ്ട് ഓഫ് ഡിപ്രിസിയേഷൻ വിൽ ബി റെഡ്യൂസ്ഡ് ഇയർ ആഫ്റ്റർ ഇയർ എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. ക്ലിയർ ആണോ? ഫസ്റ്റ് പോയിന്റ് നോക്കി, ദിസ് മെത്തേഡ് ഓൾസോ കോൾഡ് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ്, റെഡ്യൂസിംഗ് ബാലൻസ് മെത്തേഡ്. രണ്ട് മെത്തേഡിലും അറിയപ്പെടുന്നുണ്ട്, ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡും റെഡ്യൂസ്ഡ് ബാലൻസ് മെത്തേഡ്. കാരണം ഓരോ വർഷം ഡിപ്രിസിയേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റെഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കാനുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. നെക്സ്റ്റ് നോക്കി, അണ്ടർ ദിസ് മെത്തേഡ് എ ഫിക്സ്ഡ് പെർസെന്റേജ് ഓഫ് is written down every year on the book value of asset. ഞാൻ പറഞ്ഞു ബുക്ക് വാല്യൂയിൽ നിന്നാണ് അടുത്ത വർഷം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 4,50,000 into 10% ആയിരിക്കും, ദാറ്റ് ഈസ് 45,000 ആയിരിക്കും എന്ത് ചെയ്യുന്നത് നമ്മൾ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നത്. എമൗണ്ട് വിൽ ബി റെഡ്യൂസ്ഡ് അല്ലേ, ബുക്ക് വാല്യൂയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് ഡിപ്രിസിയേഷന്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. നെക്സ്റ്റ് നോക്കി, ഇൻ ദിസ് മെത്തേഡ് ദ ബുക്ക് വാല്യൂ ഓഫ് അസറ്റ് വിൽ നോട്ട് ബിക്കം സീറോ ആഫ്റ്റർ ഇറ്റ്സ് വർക്കിംഗ് ലൈഫ്. അതായത് സീറോ ആയിട്ട് എന്ത് ചെയ്യത്തില്ല, ഈ അസറ്റിന്റെ വില മാറത്തില്ല. അതിന് കാരണം എന്താ, ഡിഫറെന്റ് ഇയേഴ്സിലും ഡിഫറെന്റ് എമൗണ്ട് ആണ് ചാർജ് ചെയ്യുന്നത്. അപ്പോ അസറ്റിന്റെ വാല്യൂ എന്തായാലും എന്ത് ചെയ്യില്ല, അവസാനമാകുമ്പോൾ സീറോ ആയിട്ട് വരത്തില്ല. ഓക്കെ, സീറോ ആയിട്ട് വരത്തില്ല. ഇത്രയാണ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യം ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു. ഫസ്റ്റ് ഇയറിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാ, കോസ്റ്റ് ഓഫ് അസറ്റ് 5 ലക്ഷം 5 lakh ഇൻറ്റു റേറ്റ് 10 ഡിവൈഡ് ബൈ 100 ഇങ്ങനെയായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ 5 നമ്മളുടെ വാല്യൂ, ഡിപ്രിസിയേഷന്റെ വാല്യൂ എത്രയായി മാറി, 50,000 ആയിട്ട് മാറി. സെക്കൻഡ് ഇയറിൽ എങ്ങനെയാ, സെക്കൻഡ് ഇയറിൽ ബുക്ക് വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് 5 ലക്ഷത്തിൽ 50,000 കുറച്ച് കഴിഞ്ഞാൽ 4,50,000 രൂപ. അപ്പോ 4,50,000 രൂപ ഇൻറ്റു 4,50,000 ഇൻറ്റു 10 divided by 100 that is 45,000 ആണെന്ത് സെക്കൻഡ് ഇയറിലെ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് ഇയറിലെ ഡിപ്രിസിയേഷൻ എന്താണ്, ചേഞ്ചിലാണ്. കാരണം സെക്കൻഡ് ഇയറിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഒരു കാര്യം കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 4,50,000 ഡിവൈഡ് ബൈ 100 എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, 45,000 റുപ്പീസ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് എമൗണ്ട് ഓഫ് ഡിപ്രിസിയേഷൻ ആയിട്ട് ലഭിക്കുന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്യാൻ മനസ്സിലാക്കിയിരിക്കുക. സോ ബുക്ക് വാല്യൂ ഈസ് ഈക്വൽസ് കോസ്റ്റ് ഓഫ് അസറ്റ് മൈനസ് ഡിപ്രിസിയേഷൻ. അതായത് കോസ്റ്റ് ഓഫ് അസറ്റ് എത്രയാണ്, 5 lakh ആണ്,
അതിൽ നിന്ന് ഡിപ്രിസിയേഷൻ ആയിട്ടുള്ള 50,000 റെഡ്യൂസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യുന്നത് 4,50,000 ആയിട്ടുള്ള ബുക്ക് വാല്യൂ നമുക്ക് എന്ത് ചെയ്യുന്നത് റിസീവ് ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. സോ ഇങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് നോക്കാം. The original cost of asset is 2 lakh rupees and depreciation is charged as 10% per annum at written down value method. Calculate depreciation for first 3 years. ആദ്യത്തെ 3 വർഷം ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്തിരിക്കുന്നത്, നമ്മളോട് ഈ ക്വസ്റ്റ്യനിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒരു ഡൗട്ടും വേണ്ട, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലെ, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഫസ്റ്റ് ഇയറിലെ ഡിപ്രിസിയേഷൻ, ഫസ്റ്റ് ഇയർ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റില്ലേ, സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, കോസ്റ്റ് ഓഫ് അസറ്റ് എങ്ങനെയായിരുന്നു, കോസ്റ്റ് ഓഫ് അസറ്റ് എന്ന് പറഞ്ഞാൽ 2 lakh. ഫസ്റ്റ് ഒന്ന് ഡിപ്രിസിയേഷന്റെ ഒരു ഒറ്റ പ്രാവശ്യം ഞാൻ ഇക്വേഷൻ എഴുതാം. കോസ്റ്റ് ഓഫ് അസറ്റ് ഇൻറ്റു റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ ഡിവൈഡ് ബൈ 100. ഇൻ ദിസ് കേസ് കോസ്റ്റ് ഓഫ് അസറ്റ് ഈസ് 2 lakh into 10 divided by 100, that is 20,000 for the first year. Okay, first year എത്രയാണ് 20,000 rupees ആണ്. ക്ലിയർ, 20,000 ആണ് നമ്മളുടെ എമൗണ്ട് ഓഫ് ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്, എമൗണ്ട് ഓഫ് ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ, ഓക്കെ ആണോ, ഓക്കെ ആണോ, സെറ്റ് ആണോ? നെക്സ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഡിപ്രിസിയേഷൻ നോക്കാം. സെക്കൻഡ് ഇയർ ഓക്കെ, സെക്കൻഡ് ഇയറിലെ ഡിപ്രിസിയേഷൻ എങ്ങനെയായിരിക്കും വരുന്നത്, ഈ 20,000 എന്ത് ചെയ്യണം, കുറയ്ക്കണം. അപ്പൊ ബുക്ക് വാല്യൂ എത്രയായി മാറി, ബുക്ക് വാല്യൂ 2 lakh മൈനസ് 20,000 ആയിട്ട് മാറാണ്, 1,80,000 ആയി മാറി. ക്ലിയർ. അപ്പോ ബുക്ക് വാല്യൂ സെക്കൻഡ് ഇയറിലെ ബുക്ക് വാല്യൂ ഓഫ് അസറ്റ് ഇൻറ്റു റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ ഡിവൈഡ് ബൈ 100 എത്ര രൂപ കിട്ടും നമുക്ക്, നമുക്ക് കിട്ടുന്ന 1,80,000 into 1,80,000 into 10 divided by 100, that is 18,000. ഓക്കെ, 18,000 രൂപയാണ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ സെക്കൻഡ് ഇയറിൽ കിട്ടുക. തേർഡ് ഇയറിലോ, തേർഡ് ഇയറിലും നമ്മുടെ ബുക്ക് വാല്യൂ അപ്പൊ എത്രയായി മാറി, ബുക്ക് വാല്യൂ ഇസ് ബീങ് റെഡ്യൂസ്ഡ് ആസ് 1,80,000 minus 18,000, that is 1,62,000 അല്ലേ, അല്ലേ 1,62,000 അല്ലേ കിട്ടുന്നത്. ഓക്കെ, 1,62,000 ആണ് കിട്ടുന്നത്. സോ തേർഡ് ഇയറിൽ വരുന്ന സമയത്ത് ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന്റെ എമൗണ്ട് മാറി, അല്ലെങ്കിൽ മെത്തേഡ് മാറി, എമൗണ്ട് മാറുകയാണ്. എത്രയായിട്ടാ മാറുക, 1,62,000 into 10 divided by 100 ആയിട്ട് മാറി. 16,200 രൂപയായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഡിപ്രിസിയേഷൻ ചേഞ്ച് ചെയ്യാണ്. സോ ഫസ്റ്റ് 3 ഇയർ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ എമൗണ്ട്, അല്ലെങ്കിൽ അടുത്ത വർഷം നമ്മളുടെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ബുക്ക് വാല്യൂ എത്രയായിട്ട് മാറാണ്, ബുക്ക് വാല്യൂ ഓഫ് അസറ്റ് ആഫ്റ്റർ തേർഡ് ഇയർ എത്രയാ, 1,62,000 മൈനസ് 16,200 അല്ലെ, 200 എത്രയായിട്ട് മാറും, 1,62,000 നിന്ന് 16,200 കുറച്ച് കഴിഞ്ഞാൽ 1,45,800 കിട്ടും അല്ലെ. 1,45,800 ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത്. ഇതാണ് അസറ്റിന്റെ ബുക്ക് വാല്യൂ ആഫ്റ്റർ ചാർജിങ് ഡിപ്രിസിയേഷൻ ഫോർ 3 years. ക്ലിയർ. ഇങ്ങനെയാണ്, ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നതാ, നമ്മൾ ഡിപ്രിസിയേഷൻ നമ്മളുടെ ഏത് മെത്തേഡിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, നമ്മളുടെ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ള കാര്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിരിക്കുക. ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ, ദിസ് ഈസ് ദ എക്സാമ്പിൾ, ഫസ്റ്റ് എക്സാമ്പിൾ. ഓക്കെ, അപ്പൊ നമ്മൾ 2 മെത്തേഡ് പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു, ഡിപ്രിസിയേഷൻ ബൈ യൂസിങ് കാൽക്കുലേറ്റിംഗ് depreciation by straight line method and calculating by written down value method എന്നുള്ള 2 കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്നത്തെ സെഷനിൽ പഠിച്ചു. നമുക്ക് ഇനി എന്ത് ചെയ്യാം, അടുത്ത കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ആണ്. നമുക്ക് ഈ ഒരു മെത്തേഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള ഉപയോഗങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെ മെച്ചങ്ങളാണ് നമുക്കുള്ളത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ദിസ് മെത്തേഡ് ഈസ് ബേസ്ഡ് ഓൺ മോർ റിയലിസ്റ്റിക് അസംപ്ഷൻ ദാറ്റ് ദ ബെനിഫിറ്റ്സ് ഫ്രം അസറ്റ് ഗോ ഡിമിനിഷിംഗ് വിത്ത് ദ പാസേജ് ഓഫ് ടൈം. അത് അസറ്റിന്റെ വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ സമയം കൂടുന്തോറും അസറ്റിന്റെ വാല്യൂ റെഡ്യൂസ് ചെയ്യുന്നുള്ള അസംഷനിലാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു മെത്തേഡ് പോകുന്നത്. നെക്സ്റ്റ് നോക്കി, ദിസ് മെത്തേഡ് ഈക്വലൈസസ് ദ ടോട്ടൽ ചാർജസ് ഓഫ് യൂസിംഗ് ദ അസറ്റ്
Initially depreciation is high, repair charges are low. When the asset becomes older, the depreciation will be less and repair charges are high. അതായത് as this method equalizes the total charges of using the asset. Okay, ടോട്ടൽ ചാർജസ് ഓഫ് യൂസിങ് ദ അസറ്റ്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്രിസിയേഷനിൽ ഈ അസറ്റ് യൂസ് ചെയ്യാനുള്ള എല്ലാ ചാർജസും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കണക്കാക്കുകയാണ്. അപ്പോൾ അതൊക്കെ പ്രകാരമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നുള്ള കാര്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഒരു റെലവെന്റ് ആയിട്ടുള്ള നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇതെന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കി, ഇൻകം ടാക്സ് അതോറിറ്റീസ് റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു മെത്തേഡാണിത്. ഓക്കെ, സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് വിൽ നോട്ട് ബി അക്സെപ്റ്റഡ് ബൈ ദ income tax method. ഇനി അടുത്ത് പറയുന്നത് ലോസ് ഡ്യൂ ടു ഒബ്സൊലസൻസ് ഗെറ്റ്സ് റെഡ്യൂസ്ഡ് ബൈ ചാർജിങ് ദ മേജർ പാർട്ട് ഓഫ് ഡിപ്രിസിയേഷൻ ഇൻ ദ ഏർലി ഇയേഴ്സ് ഓഫ് ദ ലൈഫ് ഓഫ് ദ അസറ്റ്. അതായത് നമുക്കറിയാം ഒബ്സലേറ്റ് എന്ന് പറഞ്ഞാൽ പുതിയ ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടാവുകയാണ് അല്ലെ, പുതിയ ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടാവുകയാണ്. സോ ഇതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ഈ ഡിപ്രിസിയേഷൻ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മളുടെ ഫസ്റ്റ് കുറച്ച് വർഷങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ അസറ്റിന്റെ വാല്യൂ കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും ബൈ യൂസിങ് ദ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് എന്ന് പറയുന്നത്. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഫുൾ ഫോർ ഫിക്സ്ഡ് അസറ്റ് വിച്ച് ലാസ്റ്റ് ഫോർ ലോങ്. അതായത് നമ്മൾ പറഞ്ഞു ഷോർട്ട് ടേമിലേക്കുള്ള അസറ്റ് ആണെങ്കിൽ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ആണ് എന്ത് പോസിബിൾ ആയിട്ടുള്ളത്. പക്ഷേ ഇൻ ദ കേസ് ഓഫ് ലോങ് ടേം അസറ്റ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഫോർ ലോങ് പീരീഡ് ഓഫ് ടൈം, ദാറ്റ് നമുക്ക് ആ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, സൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ആണ് നമുക്ക് എന്ത് സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ, ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആവുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് പറയാനുള്ളത്. ലിമിറ്റേഷൻ എന്തായാലും സ്വാഭാവികമായിട്ടും അഡ്വാൻറ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാവും. ദാറ്റ് ഈസ് അണ്ടർ ദിസ് മെത്തേഡ് ദ ബുക്ക് വാല്യൂ ഓഫ് അസറ്റ് കാനോട്ട് ബി റെഡ്യൂസ്ഡ് ടു സീറോ. അത് ഞാൻ ഓൾറെഡി പറഞ്ഞാണ്. ബുക്ക് വാല്യൂ എന്താവത്തില്ല, അസറ്റിന്റെ സീറോ ആയി മാറത്തില്ല. നോട്ട് സ്യൂട്ടബിൾ ഫോർ ഹാവിംഗ് വെരി ഷോർട്ട് ലൈഫ്. കുറച്ച് ഒരു 3-4 വർഷം അസറ്റിന്റെ വാല്യൂ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പീരീഡ് ഈ ഒരു മെത്തേഡ് എന്തല്ല സ്യൂട്ടബിൾ അല്ല. നെക്സ്റ്റ്, ഈ ഒരു മെത്തേഡിലൂടെ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്താണ് വളരെയധികം ബുദ്ധിമുട്ടാണ് അല്ലെ, വളരെയധികം നമുക്ക് എന്താണ് ബുദ്ധിമുട്ടാണ്. ഇത്രയും കാര്യങ്ങൾ ലിമിറ്റേഷൻ ഉള്ളത്. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണ്, എക്സാമിന് എന്തായാലും നമുക്ക് എന്ത് ചെയ്യും, ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ഏരിയ ആണ് എന്ത്, ഡിഫറൻസ് ബിറ്റ്വീൻ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ആൻഡ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് എന്നുള്ളത്. അത് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ചാർജിങ് ഡിപ്രിസിയേഷൻ ഫ്രം ദ ഒറിജിനൽ കോസ്റ്റ് ആണ് ഏതില്, സ്ട്രെയിറ്റ് ലൈനിൽ. പക്ഷെ മറ്റേതിൽ ഏതാണ്, ബുക്ക് വാല്യൂ ആണ് അല്ലെ. ബുക്ക് വാല്യൂയിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നത്. ക്ലിയർ. ഇനി എമൗണ്ട് ഓഫ് ഡിപ്രിസിയേഷൻ എന്താണ്, ഫിക്സ്ഡ് ആണ് ഏതില്, സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ. പക്ഷെ മറ്റേതിൽ ഏതാണ്, ചേഞ്ചിങ്, ഡിക്ലൈൻസ് ആഫ്റ്റർ എവരി ഇയർ. ഡിപ്രിസിയേഷൻ എമൗണ്ട് എന്താവും, ഓരോ വർഷം ചെല്ലും തോറും കുറഞ്ഞു വരും. ഏത് കേസിലാണ് വരുന്നത്, റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ. ഇനി റെക്കഗ്നിഷൻ ബൈ ഇൻകം ടാക്സ് ലോ ഏതാണ് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ളത്, ബൈ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ആണ് എന്ത് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ളത് ആസ് പെർ ഇൻകം ടാക്സ്. നെക്സ്റ്റ്, ഇവിടെ റെക്കഗ്നൈസ്ഡ് അല്ല. കാൽക്കുലേഷൻ ഏതാണ് ഈസി, സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ആണ് ഈസി എന്ന് പറയുന്നത്. ഇത് നമുക്ക് എന്തല്ല ഡിഫിക്കൽട്ട് ആണ്, കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടാണ്. ഏത് കേസ്, റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് എന്ന് പറയുന്നത് കുറച്ച് ഒരു പണിയുണ്ട് അല്ലെ, ശേഷം ലോജിക്ക് നമ്മൾ ഉപയോഗിക്കണം. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനായിട്ടുള്ളത് മെത്തേഡ്സ് ഓഫ് റെക്കോർഡിംഗ് ഡിപ്രിസിയേഷൻ ആണ്. ഓക്കെ, 2 മെത്തേഡിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ദ മെത്തേഡ്സ് ഓഫ് റെക്കോർഡിംഗ് ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാടാ, ഒരു 1 hour ആയിട്ടുണ്ട്, നമ്മുടെ സെഷൻ മുന്നോട്ട് പോകുന്നു. നമുക്കൊരു 5 minutes അല്ലെങ്കിൽ 3 or 4 minutes നമുക്ക് എന്ത് ചെയ്യാം, ബ്രേക്ക് എടുക്കാം. അതിനുശേഷം എന്ത് ചെയ്യാം, നമുക്ക് ബാക്കി കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ.
So guys, welcome. I am coming back. നമുക്ക് മെത്തേഡ്സ് ഓഫ് റെക്കോർഡിംഗ് ഡിപ്രിസിയേഷൻ ആണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് അടുത്തതായിട്ട് നോക്കാൻ വേണ്ടിയിട്ടുള്ളത്. ആര് റെഡി? സെറ്റ് ആണോ? വെള്ളമൊക്കെ കുടിച്ചു വന്നോ? ഒന്ന് ഫ്രഷ് ആയിട്ട് വന്നില്ലേ? ഇനി തുടങ്ങുമല്ലോ നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങണം. നമുക്ക് ഈ ചാപ്റ്റർ ഇന്ന് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്യണം. കാരണം നിങ്ങൾക്ക് അറിയാം എക്സാംസും കാര്യങ്ങളൊക്കെ അടുത്ത് വന്നിരിക്കുകയാണ്. സോ നമ്മൾ നെക്സ്റ്റ് മന്ത് ഓൺവേർഡ്സ് നമ്മൾ റിവിഷൻ, നെക്സ്റ്റ് മന്ത് ഒരു ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ സെക്കൻഡ് വീക്കോടുകൂടെ നമ്മൾ റിവിഷൻ സെഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇത്രയും സമയമൊന്നും ഞാൻ ക്ലാസ് എടുക്കാറില്ല. നിങ്ങൾക്ക് അറിയാം അല്ലെ, കുറച്ച് സമയം എടുക്കാറുള്ളൂ. നമ്മൾ ഒരു കുറച്ച് സമയം മാത്രമേ പിള്ളേർക്ക് ശ്രദ്ധിച്ചിരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് സമയം എടുക്കാറുള്ളൂ, 1 hour ഒക്കെ മാക്സിമം. ബട്ട് ടുഡേ എന്താണ്, നമുക്കിത് കുറച്ചധികം തീർക്കേണ്ടതുകൊണ്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, കുറച്ചധികം സമയം ഈ സെഷൻ എടുക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ചാർജിങ് ഡിപ്രിസിയേഷൻ ടു അസറ്റ് അക്കൗണ്ട് ആണ്. ചാർജിങ് ഡിപ്രിസിയേഷൻ ടു അസറ്റ് അക്കൗണ്ട് ആണ്. രണ്ടാമതായിട്ട് ക്രിയേറ്റിംഗ് പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ഓർ അക്യൂമുലേറ്റഡ് ഡിപ്രിസിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്ന മെത്തേഡാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. നമ്മുടെ ജസ്റ്റ് വ്യൂസ് ഒക്കെ കുറവാണല്ലോ, ഒന്ന് ഷെയർ ചെയ്യട്ടോ, ഒന്ന് നമ്മുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യ്. വേഗം സെറ്റ് ആക്ക് കേട്ടോ, വേഗം സെറ്റ് ആക്ക്. നമ്മളുടെ അജ്മലൊക്കെ എന്നും വരാറുണ്ടായിരുന്നു. അജ്മൽ ഇന്ന് എവിടെ പോയാവോ, കാണുന്നില്ല. ഓക്കെ, വൈകുന്നേരം കണ്ടോളും, വൈകുന്നേരം സെഷൻ കണ്ടോളും വിചാരിക്കാം, പ്രതീക്ഷിക്കാം. സെറ്റാണോ? റെഡിയാണോ? നോക്കുക നമുക്ക് എന്നാ. ഫസ്റ്റ് വൺ ചാർജിങ് ഡിപ്രിസിയേഷൻ ടു അസറ്റ് അക്കൗണ്ട് ആണ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ക്രിയേറ്റിംഗ് പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ അസറ്റ് അക്കൗണ്ടിൽ നിന്ന് അസറ്റിന്റെ വാല്യൂ കുറച്ച് എന്ത് ചെയ്യാണ്, നമ്മൾ കൊണ്ടുവരികയാണ്. ഇതാണ് ചാർജിങ് ഡിപ്രിസിയേഷൻ ടു അസറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. രണ്ടാമത്തെ മെത്തേഡ് നോക്കിയേ, പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാണ്. എന്ന് വെച്ചാൽ എന്താ, ഒരു ഡിപ്രിസിയേഷൻ പോലെ ഒരു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുക. പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റിൽ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ മാറ്റി വെക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ലോസ് ആയിട്ട് കൺസിഡർ ചെയ്ത് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്ത് വെക്കുകയാണ്. അങ്ങനെ ഓരോ വർഷവും പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് അവസാന സമയത്ത് ആ പ്രൊവിഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു അസറ്റ് റീപ്ലേസ് ചെയ്യാനൊക്കെ പറ്റും. ഒക്കെ ഒരു ബൾക്ക് എമൗണ്ട് ആകും, അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീപ്ലേസ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഉപകാരപ്പെടും. എന്ത്, ഈ പറയുന്ന പ്രൊവിഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രൊവിഷൻ മെത്തേഡ് എന്ന് പറയുന്നത് രണ്ട് മെത്തേഡ് എന്ന് പറയുന്നത്. ഫസ്റ്റ് മെത്തേഡ് ഓക്കെ, ചാർജിങ് ഡിപ്രിസിയേഷൻ ടു അസറ്റ് അക്കൗണ്ട്. അതായത് അസറ്റ് അക്കൗണ്ടിൽ നമ്മൾ ഡിപ്രിസിയേഷൻ എന്ത് ചെയ്ത് ചാർജ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാണ്, കാൽക്കുലേഷൻ നടത്തുകയാണ്. ചാർജിങ് ഡിപ്രിസിയേഷൻ ടു അസറ്റ് അക്കൗണ്ട്. ഓക്കെ ആണോ? സെറ്റ് ആണോ? അണ്ടർ ദിസ് മെത്തേഡ് ഡിപ്രിസിയേഷൻ ഈസ് ഡിഡക്റ്റഡ് ഫ്രം ദ ഡിപ്രിഷിയബിൾ കോസ്റ്റ് ഓഫ് അസറ്റ്. Okay, that is credited to asset account and charged debited to profit and loss account. സിമ്പിൾ ആയിട്ട് നമുക്ക് നോക്കാം. അസറ്റ് അക്കൗണ്ടിലെ ബാലൻസ് ഏതാണ്? ഡെബിറ്റ് ബാലൻസ് ആണ്. 5 ലക്ഷം രൂപയാണ് അസറ്റിന്റെ വാല്യൂ, ഡെബിറ്റ് ആയിട്ടുണ്ട്. ഇനി അസറ്റിന്റെ വാല്യൂ ഡിപ്രിസിയേഷൻ കുറയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ കാണിക്കുക, ഡെബിറ്റ് സൈഡിലല്ലേ കാണിക്കുക. അല്ല സോറി, ഡെബിറ്റ് ഇവിടെയാണ്, ക്രെഡിറ്റ് സൈഡിലല്ലേ നമ്മൾ കാണിക്കുക. ഓക്കെ, ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുക. ക്ലിയർ ആണോ? അപ്പൊ 50,000 രൂപ എന്ത് ചെയ്തു, ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ കാണിച്ചു. ഇനി അതുപോലെ തന്നെ പി ആൻഡ് എൽ അക്കൗണ്ടിൽ എന്ത് ചെയ്യുക, ഡിപ്രിസിയേഷൻ ഈസ് കൺസിഡർ ആസ് ആൻ എക്സ്പെൻസ്. ക്ലിയർ, ഓൾറെഡി എക്സ്പെയ്ഡ് ആയിട്ടുള്ള ഒരു എക്സ്പെൻസ് ആണെന്ത്, ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. സോ ആ ഒരു കേസിൽ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പി ആൻഡ് എൽ അക്കൗണ്ടിൽ ഏത് സൈഡിൽ എഴുതാം, പി ആൻഡ് എൽ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിപ്രിസിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ കൺസിഡർ ചെയ്ത് എഴുതി വെക്കുന്നത്. ഓക്കെ ആണോ? സെറ്റ് ആണോ? ഓക്കെ. അപ്പൊ ഇതാണ് പറയുന്നത്, അസറ്റ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലും ക്രെഡിറ്റഡ് ടു ദ അസറ്റ് അക്കൗണ്ട് ആൻഡ് ചാർജ് ഡെബിറ്റഡ് ടു ദ പി ആൻഡ് എൽ അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് ചാർജ് ചെയ്ത് വെക്കുന്ന കാര്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ഇതാണ് ഈ ഒരു കോൺസെപ്റ്റ്. ഇനി ഇതിന്റെ അസറ്റ് എങ്ങനെയാ, അല്ലെങ്കിൽ ഇതിന്റെ ജേണൽ എൻട്രി എങ്ങനെയാണ് വരുന്നത്? ഫസ്റ്റ് ജേണൽ എൻട്രി, അസറ്റ് വാങ്ങുമ്പോൾ ജേണൽ എൻട്രി എന്ത് വരിക, ഇപ്പോ മെഷീനറി വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ജേണൽ എൻട്രി എങ്ങനെയാ, മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അല്ലേ. ഒരു അസറ്റ് വന്നു, അസറ്റ് കൂടി നമ്മൾ ഡെബിറ്റ് ചെയ്തു, ഒരു അസറ്റ് കുറഞ്ഞു നമ്മൾ എന്ത് ചെയ്തു, ക്രെഡിറ്റ് ചെയ്തു. സോ ഇവിടെ അതാണ് വരുന്നത്. അസറ്റ് ഏതൊക്കെ അസറ്റ് ആയിക്കോട്ടെ, അസറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്, ക്യാഷ് ഓർ സപ്ലയർ എന്ന് പറയുന്ന ഒരു ക്രെഡിറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്തൊരു സപ്ലയറിന്റെ പേര് വരിക. സോ അസറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്, ക്യാഷ് അല്ലെങ്കിൽ സപ്ലയർ എന്ന് പറയുന്ന എൻട്രി ആണ് വരിക. ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്ന സമയത്ത് ഈ അസറ്റിന്റെ വാല്യൂ എന്ത് ചെയ്യും, കുറയും അല്ലെ, കുറയും. ഡിപ്രിസിയേഷൻ എന്താവും, കൂടും. സോ ഡിപ്രിസിയേഷൻ ഈസ് ആൻ എക്സ്പെൻസ്. ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു അസറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ എൻട്രി ആണ് വരിക. സോ ഡിപ്രിസിയേഷൻ എന്താണ്, ഒരു എക്സ്പെൻസ് ആണ്, കൂടി നമ്മൾ എന്ത് ചെയ്തു, ഡെബിറ്റ് ചെയ്തു. അസറ്റ് കുറയുവാണ്, അസറ്റ് കുറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ക്രെഡിറ്റ്
നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. സോ ദാറ്റ് ഈസ് ദ എൻട്രി ഓഫ് ചാർജിങ് ഡിപ്രിസിയേഷൻ. നെക്സ്റ്റ് നമുക്ക് എന്താക്കണം, ഈ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്താൽ മാത്രം പോരാ, അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യണം, കൊണ്ടുവരണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ എങ്ങനെ എഴുതും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ടു ഡിപ്രിസിയേഷൻ. സോ ദാറ്റ് ഈസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിപ്രിസിയേഷൻ. അപ്പൊ പി ആൻഡിൽ എന്തായി, ഈ പറയുന്ന ഡിപ്രിസിയേഷൻ പി ആൻഡിലേക്ക് കയറുന്ന എൻട്രി ആണ് എന്തത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിപ്രിസിയേഷൻ എന്ന് പറയുന്ന ഒരു ജേണൽ എൻട്രിയിൽ വരുന്നത്. ഓക്കെ ആണോ? സെറ്റ് ആണോ? സെറ്റ് ആണോ എന്ന് പറയുക കേട്ടോ. സെറ്റ് ആണെന്ന് പറയുക. നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് അടുത്ത കേസിലേക്ക് പോകണമെങ്കിൽ ഇത് ഓക്കെ ആവണം. ഇത് ഓക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത കേസിലേക്ക് പോവാം. നെക്സ്റ്റ് നമുക്ക് പറയുന്നത് ക്രിയേറ്റിംഗ് പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ഓർ അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ അക്കൗണ്ട്. അതായത് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇവിടെ പറയുന്നത്. ക്രിയേറ്റിംഗ് പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ഓർ അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു കേസാണ് ഇവിടെ പറയുന്നത്. ദാറ്റ് ഈസ് നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ പറയുന്ന കേസിൽ ചാർജ് ചെയ്യുന്നത്. ഓക്കെ, നോക്കാം. അസറ്റ് അക്കൗണ്ട് കണ്ടിന്യൂസ് ടു അപ്പിയർ ഇറ്റ്സ് ഒറിജിനൽ കോസ്റ്റ് ആഫ്റ്റർ എവരി ഇയർ. അതായത് ഇവിടെ ഡിപ്രിസിയേഷൻ അസറ്റ് അക്കൗണ്ടിൽ നല്ല ചാർജ് ചെയ്യുന്നത്. അസറ്റ് അക്കൗണ്ടിൽ ചാർജ് ചെയ്താൽ മാത്രമേ ഓരോ വർഷം ചെല്ലുന്നതോറും എന്ത് ചെയ്യുള്ളൂ, നമ്മൾ അസറ്റിന്റെ വാല്യൂ കുറയുള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. അസറ്റ് അക്കൗണ്ട് എപ്പോഴും എന്തായിരിക്കും, സെയിം ആയിരിക്കും. 5 ലക്ഷം ആണെങ്കിൽ എപ്പോഴും എല്ലാ വർഷവും 5 ലക്ഷം തന്നെയായിരിക്കും. പക്ഷെ ഇനി എവിടെയാണ് ഇത് ചാർജ് ചെയ്യുന്നത്, ഒരു ഡിപ്രിസിയേഷൻ ഒരു വേറെ അക്കൗണ്ടിലേക്ക് മാറ്റും, പ്രൊവിഷൻ എന്ന് പറഞ്ഞ അക്കൗണ്ടിലേക്ക് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ അക്കൗണ്ടിലാണ് എന്ത് ചെയ്യുന്നത്, അക്യുമുലേറ്റ് ചെയ്ത് വരാം. ഓക്കെ, വാല്യൂ അക്യുമുലേറ്റ് ചെയ്ത് വരുന്നത് ആ ഒരു പെർട്ടിക്കുലർ അക്കൗണ്ടിലാണ്. അതുകൊണ്ട് തന്നെ എന്തായി മാറും, ആ ഒരു അക്കൗണ്ട് അക്യുമുലേറ്റ് ചെയ്ത് വരും. സോ ഡിപ്രിസിയേഷൻ ഈസ് അക്യുമുലേറ്റഡ് ഓൺ എ സെപ്പറേറ്റ് അക്കൗണ്ട് ഇൻസ്റ്റെഡ് ഓഫ് ബീങ് അഡ്ജസ്റ്റഡ് ഇൻ ദ അസറ്റ് അക്കൗണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് അക്കൗണ്ടിങ് പീരീഡ്. ഓക്കെ, എല്ലാ അക്കൗണ്ടിങ് പീരീഡിന്റെ അവസാനം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അസറ്റിന്റെ വാല്യൂ അല്ലെങ്കിൽ ഡിപ്രിസിയേഷൻ എന്ത് ചെയ്യും, ഒരു സെപ്പറേറ്റ് അക്കൗണ്ടിൽ അഡ്ജസ്റ്റ് ചെയ്യും, നമ്മൾ അസറ്റ് അക്കൗണ്ടിൽ ചാർജ് ചെയ്യാതെ. സോ ഇതാണ് ഈ പറയുന്ന പ്രൊവിഷൻ മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ചെയ്യുന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ നമ്മുടെ എൻട്രി എങ്ങനെയായിട്ട് മാറുന്നുള്ള കാര്യം നോക്കി. വെൻ അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ സെയിം എൻട്രി ആണ്, അസറ്റ് ടു ബാങ്ക്. ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്ന സമയത്ത് ഡിപ്രിസിയേഷൻ അക്കൗണ്ട് അപ്പർ ടു അസറ്റ് അല്ലേ വരണ്ടേ, പക്ഷെ അസറ്റിനെ അല്ല നമ്മൾ ചാർജ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ടു പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ എന്ന് വരിക. ക്ലിയർ? ഇവിടെ എന്തായിരുന്നു വരേണ്ടത്, അസറ്റ് എന്നായിരുന്നു ഇവിടെ വരേണ്ടത്. പക്ഷെ ഇവിടെ ഇപ്പൊ എന്താ വന്നേക്കുന്നത്, പ്രൊവിഷൻ ആണ്. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ചാർജ് ചെയ്യുന്ന അസറ്റിന്റെ വാല്യൂ എന്നല്ല, മറിച്ച് വേറെ സെപ്പറേറ്റ് അക്കൗണ്ട് ആയിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ടു പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്ന എൻട്രി വന്നിരിക്കുന്നത്. അടുത്തതായിട്ട് നമുക്കറിയാം ഡിപ്രിസിയേഷൻ റൈറ്റ് ഓഫ് ചെയ്യുന്ന സമയത്ത് സെയിം എൻട്രി ആണ്, പി ആൻഡ് അക്കൗണ്ട് അപ്പ് ടു ഡിപ്രിസിയേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞ ജേണൽ എൻട്രിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് സെറ്റ് ഓഫ് ചെയ്യുന്നത്. പി ആൻഡ് അക്കൗണ്ട് അപ്പ് ടു ഡിപ്രിസിയേഷൻ എന്ന് പറയുന്ന ഒരു എൻട്രി എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ എമൗണ്ട് സെറ്റ് ഓഫ് ചെയ്യുന്നത്. അത് നമുക്കറിയാം എങ്ങനെയാണ് സെറ്റ് ഓഫ് ചെയ്യുന്നത്, നമുക്കറിയാം. സെയിം ആയിട്ടാണ് ഇതും സെയിം ആണ്. ഇവിടെ മാത്രമേ എന്തുള്ളൂ, ഒരു ഡിഫറൻസ് ഉള്ളൂ. ഇതാണ് രണ്ട് മെത്തേഡ്സ്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു അസറ്റ് അക്കൗണ്ടിന് ചാർജ് ചെയ്യുന്നത്. രണ്ടാമത് നമ്മൾ പറഞ്ഞത് എന്താണ്, അസറ്റ് അക്കൗണ്ട് അല്ല, രണ്ടാമതായിട്ട് വരുന്നത് നമ്മളൊരു സെപ്പറേറ്റ് അക്കൗണ്ട് പ്രൊവിഷൻ എന്ന് പറഞ്ഞ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നത്. ആ ഒരു കേസിലാണ് എന്ത് വരുന്നത്, നമുക്ക് ഈ പറയുന്ന ജേണൽ എൻട്രീസ് വരുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ചെയ്യാനുള്ളത്, വർക്ക്ഔട്ട് ചെയ്യാനുള്ളത്. ആ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ. ഇത്രയും പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യാം. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യാം, വർക്ക്ഔട്ട് ചെയ്യാം. Meher and Sons acquired a machinery അല്ലെങ്കിൽ ഒരു മെഷീൻ ഫോർ 1,80,000 on October 1st, 2016 and spent 20,000 for its installation. Okay, installation. The firm writes of depreciation at the rate of 10% original cost every year. Record necessary journal entries for the year 2017 and draw up machine account and depreciation account for 3 years, given that the books of account close every March. The firm charges depreciation to asset account. ഓക്കെ ആണോ? അസറ്റ് അക്കൗണ്ടിലാണ് ചാർജ് ചെയ്യുന്നത്. നമ്മളെന്ത് ജേണൽ എഴുതണം ആദ്യം, പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഡിപ്രിസിയേഷൻ ഏതാണ്, മെഷീൻ അക്കൗണ്ട് ഉണ്ടാക്കണം, ശേഷം ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ഉണ്ടാക്കണം അല്ലെ. ഇത്രയും ഡിപ്രിസിയേഷൻ 3 കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ ഈ ക്വസ്റ്റ്യനിൽ ചെയ്യാനുണ്ട്. ഓക്കെ, സെറ്റാണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമുക്ക് ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യാം, ക്വസ്റ്റ്യൻ സെറ്റ് ആക്കാം. നിങ്ങൾ ഓക്കെ ആണോ? നിങ്ങൾ ഓക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, പോവാം. ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ജേണൽ എൻട്രി അല്ലെ, ഫസ്റ്റ് നമുക്ക് ജേണൽ എഴുതണ്ടേ.
ഫസ്റ്റ് നമുക്ക് ജേണലാണ് എഴുതേണ്ടത്. ജേണൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ജേണൽ കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ നോക്കിയ സമയത്ത് നമുക്ക് മനസ്സിലാവും, ആദ്യം 1,80,000 രൂപയാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് ഡിപ്രിസിയേഷൻ ആയിട്ട്, അല്ല ഡിപ്രിസിയേഷൻ അല്ല മെഷീന്റെ വാല്യൂ വരുന്നത് അല്ലെ. പക്ഷെ ഇൻസ്റ്റലേഷന് വേണ്ടി 20,000 രൂപ കൂടെ വരുന്നുണ്ട്. അപ്പൊ അസറ്റിന്റെ വാല്യൂ എത്രയായിട്ട് മാറി? ടു അസറ്റ്, ടോട്ടൽ വാല്യൂ ഓഫ് അസറ്റ്. ടോട്ടൽ വാല്യൂ ഓഫ് അസറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇവിടെ 1,80,000 പ്ലസ് 20,000 ആണ്. കാരണം ഇൻസ്റ്റലേഷൻ ചാർജസും എന്താണ് വാല്യൂ ആയിട്ട് എടുക്കുന്നത്. അപ്പൊ 2 lakh rupees ആണ് അസറ്റിന്റെ വാല്യൂ. ഓക്കെ ആണോ? അസറ്റിന്റെ വാല്യൂ 2 lakh rupees ആണെന്ന് എന്ത് ചെയ്യാം, മനസ്സിലാക്കിയിരിക്കുക. ഇനി അടുത്തത് നോക്കി, ഇവിടെ പറയുന്നുണ്ട് 10% ആണ് ഒറിജിനൽ കോസ്റ്റ് എവറി ഇയർ. എവറി ഇയറിൽ ഒറിജിനൽ കോസ്റ്റ് ആണ്. അതായത് ഇതിന്റെ മെത്തേഡ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ആണ്. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ക്ലിയർ ആണോ? അത് ക്ലിയർ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിപ്രിസിയേഷൻ എല്ലാ വർഷവും ഡിപ്രിസിയേഷൻ എത്രയായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് പ്രകാരം കോസ്റ്റ് ഓഫ് അസറ്റ് ഇൻറ്റു റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ ഡിവൈഡ് ബൈ 100 അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2 lakh ഇൻറ്റു 10 ഡിവൈഡ് ബൈ 100 20,000 ആയിരിക്കും എന്ത് നമ്മുടെ റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അല്ലെ, ഇതാണ് നമ്മളുടെ റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് 20,000 rupees ആണ്. 20,000 ആണ്. ക്ലിയർ ആവുന്നുണ്ടോ മക്കളെ? ഓക്കെ ആവുന്നുണ്ടോ? സെറ്റ് ആവുന്നുണ്ടോ? ഓക്കെ, ദാറ്റ് ഈസ് 20,000 rupees വി ചാർജ് ആസ് ഡിപ്രിസിയേഷൻ. ഓക്കെ, സെറ്റ്. ഇത്രയും കാര്യം ഓക്കെ ആണോ? ഇത്രയും കാര്യം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തതിലേക്ക് പോവാം. ഇനി നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ജേണൽ എഴുതാനുള്ളത്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും 3 വർഷത്തേക്കാണ് നമ്മൾ എന്ത് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. പക്ഷെ മാർച്ച് 31 എന്ത് ചെയ്യുന്നത്, ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്യുന്നത്. അതും എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ തന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഫസ്റ്റ് ഇയറിലെ ഡിപ്രിസിയേഷനിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. കാരണം ഒക്ടോബറിലാണ് എന്ത് ചെയ്യുന്നത് ഈ മെഷീനറി പർച്ചേസ് ചെയ്യുന്നത്. സോ മാർച്ചാണ് എൻഡ് ചെയ്യുന്നത്. ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് 6 മാസേ ഫസ്റ്റ് ഇയറിൽ എന്തുള്ളൂ, ഇതിന് ഡിപ്രിസിയേഷൻ ഉള്ളൂ. സോ ഫസ്റ്റ് ഇയർ ടോട്ടൽ ഡിപ്രിസിയേഷൻ 20,000 ആണ്. പക്ഷെ ഫസ്റ്റ് ഇയർ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 20,000 ഇൻറ്റു എത്ര വരും? 6/12 അല്ലെ? അതായത് 10,000 രൂപ എന്ത് ചെയ്യത്തുള്ളൂ, ഫസ്റ്റ് ഇയറിൽ നമുക്ക് ഡിപ്രിസിയേഷൻ വരത്തുള്ളൂ. അതിന് കാരണം ഞാൻ പറഞ്ഞു, അതിന് കാരണം ഇത്രയേ ഉള്ളൂ, അസറ്റ് പർച്ചേസ് ചെയ്യുന്നത് എന്താണ്, ഒക്ടോബറിലാണ്. ഓക്കെ, അസറ്റ് പർച്ചേസ് ചെയ്യുന്ന ഒക്ടോബറിലാണ്. ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന ഇതിലായിരുന്നു, മാർച്ചിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാർച്ചിൽ April 1 നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ജസ്റ്റ് ലൈവിലുള്ള ഒരു കമന്റ് ചെയ്യാട്ടോ, മനസ്സിലാവുന്നുണ്ടോ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാട്ടോ, കമന്റ് ചെയ്യുക. ഓക്കെ, ദിസ് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. നമുക്ക് ഇനി ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലെ. ഫസ്റ്റ് നമുക്ക് ജേണൽ ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. സോ ഞാൻ ഇവിടെ ജേണൽ കൊടുത്തിട്ടുണ്ട്. ഹെഡിങ് നമുക്ക് ആദ്യം കൊടുക്കാം, ജേണൽ ഓഫ് എന്തായിരുന്നു പേരെന്തായിരുന്നു, മേര ആൻഡ് സൺസ് അല്ലേ, മേര ആൻഡ് സൺസ് നമ്മൾ ഹെഡിങ് കൊടുത്തു. നമ്മളെ ഫസ്റ്റ് ജേണൽ എൻട്രി നമ്മൾ അസറ്റ് വാങ്ങുന്ന ജേണൽ എൻട്രിയാണ്. അസറ്റ് വാങ്ങുന്ന ജേണൽ എൻട്രി എങ്ങനെയാ വരിക, അസറ്റ് പർച്ചേസ് ചെയ്യുന്ന ജേണൽ എൻട്രി എങ്ങനെയാ വരിക, അസറ്റ് അക്കൗണ്ട് അപ്പ് ടു ക്യാഷ് അല്ലേ, അസറ്റ് അല്ലെങ്കിൽ മെഷീനറി. ഇപ്പൊ നമ്മൾ ഇവിടെ വാങ്ങുന്നത് മെഷീനറി ആണ് നമ്മൾ വാങ്ങുന്നത്. അങ്ങനെയെങ്കിൽ മെഷീനറി അക്കൗണ്ട് അപ്പ് ടു ക്യാഷ് ഓർ ബാങ്ക് വരും. ഓക്കെ, മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് വരും. സോ എമൗണ്ട് എത്രയാണ്, നമ്മൾ രണ്ടും ഒരുമിച്ച് എഴുതണേ. വേണമെങ്കിൽ രണ്ടായിട്ട് എഴുതാം, ഇൻസ്റ്റലേഷൻ ചാർജ് ആയിട്ടും കൂടെ ഒന്നും കൂടെ എഴുതാം വേണമെങ്കിൽ. പക്ഷെ നമ്മൾ ഒരുമിച്ച് എഴുതാം. 2 lakh rupees ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ടോട്ടൽ എക്സ്പെൻസ് ആയിട്ട് വരുന്നത്. ആണോ? ഓക്കെ അല്ലേ? അപ്പൊ മെഷീനറി നമ്മൾ എന്ത് ചെയ്തു, പർച്ചേസ് ചെയ്തു. ഫസ്റ്റ് പർച്ചേസ് ദ മെഷീനറി ആൻഡ് ഇൻസ്റ്റോൾഡ് അല്ലേ, ഇൻസ്റ്റോൾഡ്. ദിസ് ഈസ് ദ ജേണൽ എൻട്രി. ഓക്കെ. സെക്കൻഡ് ജേണൽ എൻട്രി എന്താ വരുന്നത്, അടുത്ത ജേണൽ എൻട്രി നമുക്ക് നോക്കാം. അടുത്ത ജേണൽ എൻട്രി നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഈ പറയുന്ന ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. സോ നമ്മൾ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ വരുന്നേ, ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ജേണൽ എൻട്രി എന്തായിരുന്നു നമ്മൾ പറഞ്ഞേ, വൈൽ കാൽക്കുലേറ്റിംഗ് ഡിപ്രിസിയേഷൻ നമ്മൾ ഏത് ജേണൽ എൻട്രി ഉപയോഗിക്കുക പറഞ്ഞേ, ഏത് ജേണൽ എൻട്രി നമ്മൾ ഉപയോഗിക്കുക, ഡിപ്രിസിയേഷൻ അക്കൗണ്ട് അപ്പ് ടു മെഷീൻ അല്ലെ, ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ
ടു മെഷീനറി അക്കൗണ്ട് അല്ലെങ്കിൽ മെഷീൻ അക്കൗണ്ട്. എത്ര രൂപയാ ഫസ്റ്റ് ഇയറിലെ ഡിപ്രിസിയേഷൻ? നമ്മളുടെ ഫസ്റ്റ് ഇയറിലെ ഡിപ്രിസിയേഷൻ എത്ര ഇയറാ അല്ലെങ്കിൽ എത്ര രൂപയാ? നമുക്കൊരു ഡേറ്റ് പർട്ടിക്കുലർ ആയിട്ട് കൊടുക്കാനായിട്ട് പറ്റും. നമുക്ക് അതുകൊണ്ട് ഡേറ്റ് കൊടുക്കാം, 1-2 പകരം ഡേറ്റ് കൊടുക്കാം. ഇവിടെ വരുന്നത് ഒക്ടോബർ 1 അല്ലെ? ഒക്ടോബർ 1 ഇത് വരുന്നത് മാർച്ച് 31. ഏത് വർഷം? മാർച്ച് 31 2017 ആണ്. 2017 ആണ്. ക്ലിയർ? എത്ര രൂപ വരും? ഫസ്റ്റ് ഇയർ ഡിപ്രിസിയേഷൻ ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഇയറിൽ മാത്രം ഒക്ടോബറിലാണ് വാങ്ങുന്നത്, അതുകൊണ്ട് തന്നെ 10,000 രൂപ എന്ത് ചെയ്യത്തുള്ളൂ? ഡിപ്രിസിയേഷൻ ആയിട്ട് വരത്തുള്ളൂ. 10,000 രൂപ നമ്മൾ എഴുതി. സോ ഡിപ്രിസിയേഷൻ എന്തായി? ഇവിടെ ഡ്യൂ ആയിട്ട് മാറി അല്ലെ? ഡിപ്രിസിയേഷൻ ഡ്യൂ ആയിട്ട് മാറി. ഡിപ്രിസിയേഷൻ ഡ്യൂ ആയിട്ട് മാറി. സോ ഡിപ്രിസിയേഷൻ ചാർജഡ്. ഡിപ്രിസിയേഷൻ ചാർജ് ഓൺ മെഷീൻ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ നോട്ട് കൊടുത്തു. സോ ആ ജേണൽ എൻട്രി എന്തായി? ക്ലോസ്ഡ് ആയി. ഓക്കെ, ഇനി ഇത് എന്ത് ചെയ്യണം? ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട് നമുക്ക്. എന്താണ് അത്? അടുത്ത ഈ ഒരു പറയുന്ന പർട്ടിക്കുലർ എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റണം. പി ആൻഡ് എൽ അക്കൗണ്ട് ഡെറ്റർ ടു പി ആൻഡ് എൽ അക്കൗണ്ട് ഡെപ്റ്റ് എന്താ വരിക? പി ആൻഡ് എൽ അക്കൗണ്ട് ഡെപ്റ്റ് ടു ഡിപ്രിസിയേഷൻ അക്കൗണ്ട്. ഡിപ്രിസിയേഷൻ അക്കൗണ്ട് 10,000 രൂപ. ഡിപ്രിസിയേഷൻ ചാർജ് ടു അല്ലെങ്കിൽ ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെ? ഡിപ്രിസിയേഷൻ ഈസ് ഡെബിറ്റഡ് ടു പി ആൻഡ് എൽ അക്കൗണ്ട് നമ്മൾ എന്ത് വരിക? ഡിപ്രിസിയേഷൻ ഡെബിറ്റഡ് ടു പി ആൻഡ് എൽ അക്കൗണ്ട്. ഡിപ്രിസിയേഷൻ ഡെബിറ്റഡ് ടു പി ആൻഡ് എൽ അക്കൗണ്ട് എന്ന് പറഞ്ഞ ജേണൽ എൻട്രിയാണ് നമുക്ക് എന്ത് വരിക? നമ്മുടെ ഈ ഒരു പർട്ടിക്കുലർ ജേണൽ എൻട്രി വരിക. ഓക്കെ ആണോ? അപ്പൊ ഫസ്റ്റ് ഇയറിലെ 2017 എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തു? നമുക്ക് ഇവിടെ അവസാനിക്കുകയാണ്. 2017 എല്ലാ കാര്യങ്ങളും അവസാനിക്കുകയാണ്. അടുത്ത ജേണൽ എൻട്രി വരുന്നത് 2018 മാർച്ച് 31 അല്ലെ? ഫസ്റ്റ് ജേണൽ എൻട്രി എന്തായിരിക്കും? നമ്മളെ ഫസ്റ്റ് ജേണൽ എൻട്രി നമുക്ക് എന്ത് ചാർജ് ചെയ്യണം? ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യണം. അപ്പൊ മെഷീനറി അക്കൗണ്ട് എന്താ വരിക? നമുക്ക് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്ന സമയത്ത് മെഷീനറി അക്കൗണ്ട് എന്താ വരിക? എന്തായിട്ടാ വരിക? മെഷീനറി അക്കൗണ്ട് കുറയണം. അപ്പൊ നമ്മൾ ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു മെഷീൻ അക്കൗണ്ട്. ഓക്കെ, ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ മെഷീൻ അക്കൗണ്ട്. എത്ര രൂപ വരുന്നത്? നമുക്ക് രണ്ടാമത്തെ വർഷം മുതൽ കറക്റ്റാ വരുന്നത്. ഒരു വർഷമുണ്ട്. സോ നമുക്ക് കാൽക്കുലേറ്റ് വെച്ചിട്ട് എമൗണ്ട് എത്രയാണ്? 20,000 rupees ആണ്. ഓക്കെ, ഡിപ്രിസിയേഷൻ ചാർജ്ഡ് അല്ലെ? ഡിപ്രിസിയേഷൻ ചാർജ്ഡ് ടു മെഷീൻ. അടുത്തതും ഈ മാർച്ച് 31 തന്നെയാണ്. നമുക്ക് എന്ത് ചെയ്യണം? ഈ പറയുന്ന എൻട്രി നമുക്ക് പി ആൻഡ് എല്ലിലേക്ക് ചാർജ് ചെയ്യണം അല്ലെ? പി ആൻഡ് എല്ലിലേക്ക് നമുക്ക് ചാർജ് ചെയ്യണം. സോ മാർച്ച് 31 തന്നെയാണ്. 31 ഈ എൻട്രി വരിക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിപ്രിസിയേഷൻ 20,000 രൂപ നമ്മൾ എന്ത് ചെയ്തു? ചാർജ് ചെയ്തു. 20,000 രൂപ എന്ത് ചെയ്തു? ചാർജ് ചെയ്തു. ഡിപ്രിസിയേഷൻ ഈസ് ഡെബിറ്റഡ് ടു പി ആൻഡ് എൽ അക്കൗണ്ട്. ഡിപ്രിസിയേഷൻ ഡെബിറ്റഡ് ടു പി ആൻഡ് എൽ അക്കൗണ്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മളുടെ ജേണലിലെ നോട്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? എഴുതാനായിട്ട് പറ്റുന്നത്. ക്ലിയർ ആണോ? തെറ്റാണോ? ഓക്കെ ആണോ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിപ്രിസിയേഷൻ അക്കൗണ്ട്. ഒറ്റ വർഷത്തെ ജേണലിന്റെ പരിപാടി നമുക്ക് എന്ത് ചെയ്യാൻ നിർത്താം? ജേണലിന്റെ കേട്ടോ. അത് കഴിഞ്ഞാൽ അടുത്ത അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ജേണലിൽ നമുക്ക് നിർത്താം. അടുത്ത 2019 മാർച്ച് 31 സെയിം രണ്ട് എൻട്രി തന്നെയാണ് എഴുതാനുള്ളത്. രണ്ടും സെയിം എൻട്രി തന്നെയാണ്. ഫസ്റ്റ് നമ്മൾ എഴുതുന്നത് എന്താണ്? ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു മെഷീൻ 20,000 രൂപ. എമൗണ്ടിലൊന്നും മാറ്റില്ല. 20,000. ഡിപ്രിസിയേഷൻ ഡിപ്രിസിയേഷൻ ചാർജ്ഡ് ടു മെഷീൻ അക്കൗണ്ട്. അടുത്തത് മാർച്ച് 31 തന്നെയാണ്. എൻട്രി എന്താ വരുന്നത്? പ്രോഫിറ്റ് ആൻഡ്
ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിപ്രിസിയേഷൻ 20,000 അല്ലേ? 20,000 രൂപ തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യുന്ന എമൗണ്ട് ആയിട്ട് വരുന്നത്. 20,000 രൂപ തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യുന്ന എമൗണ്ട് ആയിട്ട് വരുന്നത്. സോ നമ്മളെന്താ അതിന്റെ നോട്ട് കൊടുക്കുന്നത് എന്താ? ഡിപ്രിസിയേഷൻ ചാർജ് ടു P&L അക്കൗണ്ട്. ഓക്കെ, നമ്മൾ ചാർജ് ചെയ്തു. ഇത്രയാണ് നമ്മളെ ജേണൽ എൻട്രി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ മക്കളെ? ഓക്കെ ആണോ? 2019 മാർച്ച് 31. ഈ 6 ജേണൽ എൻട്രി, 7 ജേണൽ എൻട്രി ഉണ്ട് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതോടുകൂടെ നമ്മളെ ജേണൽ എൻട്രി കഴിയാണ്. സോ ജേണൽ എൻട്രി കഴിയുന്ന സമയത്ത് നമുക്ക് അടുത്ത് നമ്മളോട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന അക്കൗണ്ട് എന്ന് പറയുന്നത് ഏതാണ്? മെഷീനറി അക്കൗണ്ട് ആണ് അല്ലെ? നമ്മൾ ഈ പറയുന്ന നമ്മളുടെ മെഷീനറി അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രിപ്പയർ ചെയ്യണം. സോ അടുത്ത നമുക്ക് ചെയ്യാനുള്ള അക്കൗണ്ട് പ്രിപ്പറേഷൻ ഓഫ് മെഷീനറി അക്കൗണ്ട് ആണ്. ഓക്കെ, പ്രിപ്പറേഷൻ ഓഫ് മെഷീനറി അക്കൗണ്ട് ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? ബുക്സ് ഓഫ് മിറാൻസ് ആൻഡ് മെഷീൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ബുക്സ് ഓഫ് സൺ മെഷീനറി അക്കൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം? പ്രിപ്പയർ ചെയ്യാം. സോ മെഷീനറി അക്കൗണ്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് മെഷീനറി അക്കൗണ്ട് ആണെന്ന കാര്യം മനസ്സിലാക്കണം. മെഷീന്റെ എമൗണ്ട് കൂടിയ ഡെബിറ്റ് ചെയ്യും, കുറഞ്ഞ നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് നമ്മൾ ചെയ്യും അല്ലെ? ക്രെഡിറ്റ് ചെയ്യും. സോ ഫസ്റ്റ് നമുക്ക് അസറ്റ് വാങ്ങിയ വർഷമാണ് എഴുതേണ്ടത്. അത് ഡെബിറ്റിൽ എഴുതേണ്ടത് 2017 ഒക്ടോബർ 1 അല്ലെ? ഒക്ടോബർ 1 അല്ലേ? 2017 അല്ല അല്ലെ? സോറി, ഞാനിവിടെ എമൗണ്ട് വർഷം ഇത് മാറിപ്പോയി അല്ലെ? നമുക്ക് 2019 18 സോറി 2000 സ്റ്റാർട്ട് ചെയ്യുന്ന എന്താണ് വർഷം? 2016 ആണല്ലേ? സോറി കേട്ടോ, 2016 സ്റ്റാർട്ട് ചെയ്തു. 16 17 അത് കഴിഞ്ഞ് 18 വരെ വരത്തുള്ളൂ. നമ്മൾ 19 എഴുതി അല്ലേ? ഇവിടെ നമ്മൾ എഴുതുന്നത് 17 ആയിരുന്നു. സോ അത് തെറ്റിപ്പോയിട്ടുണ്ട്. 17 ആണ് തെറ്റിപ്പോയിട്ടുണ്ട്. ഓക്കെ, നമ്മളോട് ഫസ്റ്റ് 2017 എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? മെഷീനറി അക്കൗണ്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. മെഷീനറി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അസറ്റ് വാങ്ങിയ വർഷം 2016 ആണ്. ഓക്കെ, 2016 ഒക്ടോബർ 1 ആണ്. സോ മെഷീൻ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഇവിടെ ക്യാഷ് കൊടുക്കണം, അല്ലെങ്കിൽ ബാങ്ക് ആണ് വരുന്നത്. ക്യാഷ് ഓർ ബാങ്ക് ആണ്. എത്ര വന്നു? 1,80,000 രൂപ വന്നു. ഓക്കെ, അപ്പൊ രണ്ടെണ്ണം എഴുതണം. രണ്ട് ബാങ്ക് എഴുതാണ്ട്. കാരണം ഒരു 20,000 രൂപ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഒന്നിച്ച് നമുക്ക് എഴുതാം, അല്ലെങ്കിൽ ഇൻസ്റ്റലേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു 20,000 അഡീഷണൽ ചേർക്കാം. ഓക്കെ, അങ്ങനെ രണ്ടെണ്ണം നമ്മൾ എന്ത് ചെയ്തു? എഴുതി. ഇനി ഈ വർഷം ഇത്രേ ഉള്ളൂ. അടുത്ത മാർച്ച് അല്ലെങ്കിൽ 2017 മാർച്ച് ആവുന്ന സമയത്ത് അല്ലെ? 2017 മാർച്ച് ആവുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം? നമ്മളുടെ എൻട്രി മാറി. നമ്മളുടെ എൻട്രി ഇവിടെ എന്ത് ചെയ്യാണ്? ചേഞ്ച് ചെയ്യാണ്. സോ എൻട്രി ചേഞ്ച് ചെയ്യാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് ചാർജ് ചെയ്യണം? ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യണം. ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യണം. എത്ര എമൗണ്ട് ഓഫ് ഡിപ്രിസിയേഷൻ ഫസ്റ്റ് ഇയറിൽ നമ്മൾ പറഞ്ഞേ? 10,000 രൂപയാണ് നമ്മൾ പറഞ്ഞേ അല്ലെ? 10,000 രൂപ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ചാർജ് ചെയ്തു. ഓക്കെ ആണോ? 10,000 രൂപ നമ്മൾ എന്ത് ചെയ്തു? ചാർജ് ചെയ്തു. ഇനി ഇത് എന്ത് ചെയ്യണം? നമുക്ക് ബാലൻസ് ചെയ്യണം. നമുക്ക് ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുന്ന സമയത്ത് 2 ലക്ഷം നമുക്ക് കിട്ടി. സോറി, 2 ലക്ഷം അല്ലെ? 2 ലക്ഷം കിട്ടി. അതിൽ നിന്ന് 10,000 കുറയ്ക്കുമ്പോൾ 1,90,000 രൂപ കിട്ടും. ബാലൻസ് ക്യാരി ഡൗൺ ആണെന്ത്? ഈ ഡേറ്റിൽ തന്നെ ബാലൻസ് ക്യാരി ഡൗൺ ആണ്. ഇനി ഇവിടെ വരുന്ന സമയത്ത് 2017 അല്ലെ? 2017 ഏപ്രിൽ 1 വരും. ഏപ്രിൽ 1 ബാലൻസ് ബ്രോ ഡൗൺ ചെയ്യുന്ന എത്രയാണ്? ബാലൻസ് ബ്രോ ഡൗൺ ചെയ്യുന്ന സെയിം എമൗണ്ടാണ്. അതായത് 1,90,000 റുപ്പീസ് ആണ്. ഇനി ആ വർഷം തന്നെ 2018 അടുത്ത വർഷം അല്ലെ? 2018 മാർച്ച് 31 ആണെന്ത്? അടുത്ത വർഷം എന്ന് പറയുന്നത്. അപ്പോ അന്ന് ഡിപ്രിസിയേഷൻ എത്ര വരിക? ഡിപ്രിസിയേഷൻ നമ്മൾ എത്ര ചാർജ് ചെയ്യുക? 20,000 രൂപ ഞാൻ പറഞ്ഞു. അതായത് 20,000 രൂപ ഡിപ്രിസിയേഷൻ നമ്മൾ 10,000 ഇവിടെ ചാർജ് ചെയ്യാനുള്ള കാരണം അത് 6 മാസത്തേക്ക് ആയതുകൊണ്ടാണ്. ഒക്ടോബറിലാണ്. ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് എന്ന് പറയുമ്പോൾ 6 മാസം ആകുവാണ്. സോ അടുത്തത് നമ്മൾ എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്യണം.
ബാലൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് എത്രയാണ്? ഇവിടെ 1,90,000 ആണ് ടോട്ടൽ കിട്ടുന്നത്. അത് തന്നെ നമ്മൾ ഇപ്പുറത്തും എടുത്ത് എഴുതി. ഇനി അപ്പോൾ നമ്മൾ ബാലൻസ് ക്യാരി ഡൗൺ ചെയ്യുന്ന എത്രയായിരിക്കും? 19-20 കുറച്ച് കഴിഞ്ഞാൽ 1,70,000 ആയിരിക്കും. എന്ന് ഈ സെയിം ഡേറ്റിൽ. ഇനി അടുത്ത വർഷം വരികയാണ് 2018 മാർച്ച് അല്ല സോറി ഏപ്രിൽ അല്ലേ വരുന്നേ, April 1st ബാലൻസ് ബ്രോഡ് ഡൗൺ 1,70,000 rupees ആണ് എന്ത് ചെയ്യുന്നത് നമുക്ക് ബ്രോഡ് ഡൗൺ ആയിട്ട് വരുന്നത്. ഇനി ഡിപ്രിസിയേഷൻ എത്ര വരുന്നത്? ഡിപ്രിസിയേഷനിൽ വല്ല മാറ്റം ഉണ്ടോ? ഇല്ല. അപ്പോ 2019 മാർച്ച്, ഈ 2019 നമ്മൾ എന്ത് ചെയ്തത് അവിടെ എടുത്ത് എഴുതിയത് 2019 എഴുതിയത്. സോ മാർച്ച് 31 നമുക്ക് ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞിട്ട് എത്ര വരും? ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് 20,000 രൂപ വരും. ടോട്ടൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടോട്ടൽ എത്ര വരിക? ടോട്ടൽ നമുക്ക് 1,70,000 ആണ് വരുന്നത്. ബാലൻസ് ബ്രോഡ് ഡൗൺ അല്ലേ, സോറി ബ്രോഡ് ഡൗൺ അല്ല, ബാലൻസ് ക്യാരി ഡൗൺ 1,50,000 അല്ലെ, 1,50,000 ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ബാലൻസ് ക്യാരി ഡൗൺ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണോ? ഇതാണ് നമ്മളുടെ മെഷീനറി അക്കൗണ്ട്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മെഷീനറി അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുള്ള കാര്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിരിക്കുക. ദിസ് ഈസ് ദ മെഷീനറി അക്കൗണ്ട്. ദിസ് ഈസ് ദ മെഷീനറി അക്കൗണ്ട്. കോൺസെപ്റ്റ് ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ ആവുന്നുണ്ടോ? സെറ്റ് ആവുന്നുണ്ടോ? പറയണേ. ഓക്കെ ആവുന്നുണ്ടെങ്കിൽ പറയണം, ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. സോ ഇപ്പൊ മെഷീനറി അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്തു? പ്രിപ്പയർ ചെയ്തു. സോ ഈ മെഷീനറി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? അടുത്തത് നമുക്ക് അതിന്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിപ്രിസിയേഷൻ അക്കൗണ്ട് നമുക്ക് എന്ത് ചെയ്യണം? പ്രിപ്പയർ ചെയ്യണം അല്ലെ. ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡിപ്രിസിയേഷൻ, ഈ പറയുന്ന ഡിപ്രിസിയേഷൻ നമുക്ക് P&L എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്യണം അല്ലെ. P&L നമുക്ക് കൺവേർട്ട് ചെയ്യണം. സോ നമ്മൾ എൻട്രി എങ്ങനെ വരിക? 3 എൻട്രികളെ വരത്തുള്ളൂ. ഫസ്റ്റ് 2017 മാർച്ച് 31 ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു മെഷീൻ അക്കൗണ്ട് ആണ്. സോ ഡിപ്രിസിയേഷൻ അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യണം? ടു മെഷീൻ അക്കൗണ്ട് എന്ന് എഴുതണം. മെഷീൻ എത്ര? 10,000 രൂപ വരുന്നത് അല്ലെ. 10,000 രൂപയാണ് എന്ത് ചെയ്യുന്നത് അവിടെ വരുന്നത്. ഇനി ഈ സെയിം ഡേറ്റിൽ തന്നെ 2017 മാർച്ച് 31 തന്നെ നമ്മൾ എന്ത് ചെയ്യണം? P&L കൺവേർട്ട് ചെയ്യണം 10,000 രൂപ. ബാലൻസ് ഒക്കെ എന്താവും? സെയിം തന്നെ ആയിരിക്കും. 10,000 ആയിട്ട് എന്ത് ചെയ്യും? സോറി 10,000 ആയിട്ട് അത് വെട്ടിപ്പോവും. ഓക്കെ. ഇനി അടുത്ത് 2018 മാർച്ച് 31 മെഷീൻ എന്ന് പറഞ്ഞിട്ട് എത്ര എമൗണ്ട് വരിക? എമൗണ്ട് മാറ്റം ഉണ്ടാകുന്ന 20,000 രൂപയാണ് അല്ലെ. പിറ്റത്തെ വർഷം മുതൽ 2018 മാർച്ച് 31 P&L എന്ന് പറഞ്ഞിട്ട് എത്ര വരും? P&L വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് P&L 20,000 രൂപ വരും. ഓക്കെ, 20,000. ബാലൻസ് എത്രയായിരിക്കും? 20,000. ഇവിടെയും എന്താണ്? 20,000. ഓക്കെ, അതും സെറ്റായല്ലോ. ലാസ്റ്റ് ഇയർ 2019 2019 എത്ര മെഷീൻ എന്ന് പറഞ്ഞിട്ട് എത്രയാ നമുക്ക് വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത്? 20,000 ആണ്. 2019 മാർച്ച് 31 P&L എന്ന് പറഞ്ഞിട്ട് നമുക്ക് എത്ര വരിക? P&L എന്ന് പറഞ്ഞിട്ടും 20,000 ആണ് വരിക. ടോട്ടലിൽ മാറ്റമൊന്നുമില്ലല്ലോ. 20,000 ഹിയർ ഓൾസോ. സോ ഇതാണ് ഡിപ്രിസിയേഷൻ അക്കൗണ്ട്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ചാർജ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്നത്. നോക്കിയടാ, ഓക്കെ ആവുന്നുണ്ടോ? ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ജേർണൽ എൻട്രി ആണ് എഴുതിയത് ആദ്യം. ഫസ്റ്റ് നമ്മൾ അതിന്റെ കാൽക്കുലേഷൻസ് ഒക്കെ നടത്തി. ദെൻ നമ്മൾ ജേർണൽ പ്രിപ്പയർ ചെയ്തു. ചെയ്തതിനു ശേഷം നമ്മൾ ചെയ്തത് എന്താണ്? മെഷീനറി. ഇതാണ് നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം. ഈ അക്കൗണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? നമുക്ക് മെയിൻ ആയിട്ടും എക്സാംസിന് ചോദിക്കാറ് മെഷീനറി അക്കൗണ്ട് എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്? മെഷീനറി അക്കൗണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഡിപ്രിസിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തു. ഡിപ്രിസിയേഷൻ അക്കൗണ്ട് സിമ്പിൾ ആണ്. എമൗണ്ട് ഓഫ് ഡിപ്രിസിയേഷൻ ഡെബിറ്റ് സൈഡിൽ എഴുതാം, നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എന്ത് ചെയ്യുക? അത് P&L കൺവേർട്ട് ചെയ്ത് വിടുക. സോ ഇത്രയാണ് നമ്മളുടെ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ളത്. ഈസ് ഇറ്റ് ക്ലിയർ? ഓക്കെ ആണോ?
സെറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്തിട്ട് സെഷൻ നമുക്ക് എന്ത് ചെയ്യാം, വൈൻഡ് അപ്പ് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ ആണോ? നിങ്ങൾ റെഡി ആണെങ്കിൽ മാത്രമേ ഞാൻ പോകത്തുള്ളൂ. റെഡി ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാടാ, ഈ ഒരു ക്വസ്റ്റ്യൻ പ്രിപ്പയർ. ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാവോ? ഓക്കെ ആണോ, റെഡി ആണെന്ന് കമന്റ് ചെയ്യാവോ? അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് മിസ് സഹാനി എന്റർപ്രൈസസ് റിക്വയർഡ് അല്ലെങ്കിൽ അക്വയർഡ് അല്ലെ. ജസ്റ്റ് 1 മിനിറ്റ്. ഒറ്റൊരു ക്വസ്റ്റ്യൻ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഇത് അവസാനിപ്പിക്കാം. ഓക്കെ, മിസ് സഹാനി എന്റർപ്രൈസസ് അക്വയർഡ് എ പ്രിന്റിംഗ് മെഷീൻ for rupees 40,000 on July 1st 2014 ആണ്. ഓക്കെ, ജൂലൈ 1st 2014 ഒരു മെഷീൻ വാങ്ങി 40,000 രൂപയ്ക്ക്. സ്പെൻഡ് 5,000 on its transportation installation, 5,000 രൂപ ട്രാൻസ്പോർട്ടേഷനും ഇൻസ്റ്റലേഷനും കൂടെ വാങ്ങി. Another machine for 35,000 was purchased on January 1st 2016. ഓക്കെ, ജനുവരി 1st എന്ത് ചെയ്തു, വാങ്ങി. ഇനി ഡിപ്രിസിയേഷൻ ഈസ് ചാർജ് അറ്റ് റേറ്റ് ഓഫ് 20% ഓൺ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ആണ്. നോട്ട് ചെയ്യണം, സ്ട്രേറ്റ് ലൈൻ അല്ല, റിട്ടേൺ ഡൗൺ വാല്യൂ ആണ്. പ്രിപ്പയർ പ്രിന്റിംഗ് മെഷീൻ അക്കൗണ്ട് ഫോർ ഫസ്റ്റ് 2 years given that the books of accounts closes on March 31st every year. ഓക്കെ, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് 2 വർഷത്തെ എന്ത് ചെയ്യണം, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യണം. അതായത് നമുക്കിവിടെ എത്ര തന്നിട്ടുണ്ട്, ജനുവരി 1st, ജൂലൈ 1st ആണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ. അപ്പൊ 2014, 15-ഉം 15, 16-ഉം നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എത്രയാണ്, ഫസ്റ്റ് 2 years വേണം. നമുക്ക് ഫസ്റ്റ് 3 years കാൽക്കുലേറ്റ് ചെയ്യാം അല്ലെ. 16-ഉം 17-ഉം കൂടെ നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാം. 16 and 17, അല്ലെങ്കിൽ നമുക്ക് 16-ൽ നിർത്തണമെങ്കിൽ എന്ത് ചെയ്യാം, 16-ൽ അവസാനിപ്പിക്കുകയും ചെയ്യാം. ഓക്കെ, മതി, രണ്ടെണ്ണം മതി. 16-ൽ നമുക്ക് എന്ത് ചെയ്യാം, നിർത്താം. 2 അക്കൗണ്ട് മതി, 2 വർഷം മതി. 2 വർഷത്തേക്ക് എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ കാൽക്കുലേഷൻ തുടങ്ങിയാലോ? കാൽക്കുലേഷൻ ചെയ്യുന്നതിന് മുൻപായിട്ട് ആദ്യം നമ്മൾ മെഷീനറി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുക. മെഷീനറി അക്കൗണ്ട് ആണല്ലേ, പ്രിന്റിംഗ് മെഷീൻ അക്കൗണ്ട് ആണ്. ബുക്സ് ഓഫ് സഹാനി എന്റർപ്രൈസസ്, ബുക്സ് ഓഫ് സഹാനി എന്റർപ്രൈസസ് അല്ലെ, ബുക്സ് ഓഫ് സഹാനി എന്റർപ്രൈസസ് മെഷീൻ അക്കൗണ്ട്, പ്രിന്റിംഗ് മെഷീൻ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ എഴുതി. പ്രിന്റിംഗ് മെഷീൻ അക്കൗണ്ട് നമ്മളെ ബുക്കിന്റെ പേര് എഴുതി. ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാട്ടോ മക്കളെ, ക്ലാസ് കാണുന്നവരൊക്കെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ, മനസ്സിലാവുന്നുണ്ടോ എന്ന്. ഫസ്റ്റ് നമ്മുടെ ഡേറ്റ് നമ്മൾ വാങ്ങുന്നത് എന്താണ്, 2014-ലാണ്. ജൂലൈ 1, 2014, ജൂലൈ 1st 2014 ആണ് നമ്മൾ അസറ്റ് എന്ത് ചെയ്യുന്നത്, വാങ്ങുന്നത് അല്ലെ, അസറ്റ് വാങ്ങുന്നത്. ഇനി ഈ അസറ്റ് വാങ്ങുന്ന സമയത്ത് നമ്മളുടെ വാല്യൂ എത്രയാണ്, എത്ര രൂപ അസറ്റിന് വിലയുണ്ട്, നമ്മൾ 40,000 രൂപ അല്ലെ. പ്രിന്റിംഗ് മെഷീൻ അക്കൗണ്ട് ആണ്, അപ്പൊ ബാങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. ബാങ്കിലെ എമൗണ്ട് എത്ര വരുന്നത്, ആദ്യം 40,000 രൂപ വരുന്നുണ്ട്. നമുക്ക് ഇൻസ്റ്റലേഷൻ ചാർജ് ആയിട്ട് വീണ്ടും ബാങ്കിൽ തന്നെ എത്ര, 5,000 രൂപ നമുക്ക് വരുന്നുണ്ട്. ടോട്ടൽ വില എന്ന് പറയുന്നത് 45,000 രൂപയാണ്. ഓക്കെ ആണല്ലോ. ഡിപ്രിസിയേഷൻ വരുന്നത് മാർച്ച് 31st 2015 അല്ലെ. 2015 ഡിപ്രിസിയേഷൻ വരുന്നുണ്ട്. ഡിപ്രിസിയേഷൻ എത്ര രൂപയായിരിക്കും വരുന്നത്, 20% ആണെന്ത് നമ്മളുടെ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. സോ ഈ 20% നമുക്ക് എന്ത് ചെയ്യണം, ഫസ്റ്റ് ഇയർ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. ഫസ്റ്റ് ഇയർ ഡിപ്രിസിയേഷൻ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെയാണ് ഫസ്റ്റ് ഇയർ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, 45,000 ഇൻറ്റു അല്ലെ, 45,000 ഇൻറ്റു 20/100, അതാണ് നമ്മളുടെ ഡിപ്രിസിയേഷന്റെ റേറ്റ് എന്ന് പറയുന്നത്. ഇൻറ്റു ഒരു ടിസ്റ്റ് ഉണ്ട്, അതായത് ജൂലൈ 1 നമ്മൾ എന്ത് ചെയ്യുന്നത്, പർച്ചേസ് ചെയ്യുന്നത്. മാർച്ച് 31st നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളുടെ ഇയർ അവസാനിക്കുന്നത്. അപ്പോ ഏപ്രിൽ മെയ് ജൂൺ ഈ 3 മാസം ഡിപ്രിസിയേഷൻ എന്തില്ല, നമുക്ക് ഇതിൽ കൊടുക്കാനായിട്ട് പറ്റില്ല. 9 മാസം ഡിപ്രിസിയേഷൻ മാത്രമേ നമുക്ക് ഇവിടെ ചാർജ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, 9/12 കൂടെ കൊടുക്കുന്നു.
ഓക്കെ ആണോ? 9/12 കൊടുക്കാനുള്ള കാരണം 9 മാസം എന്ത് ചെയ്തിട്ടുള്ളൂ, അസറ്റ് യൂസ് ചെയ്തിട്ടുള്ളൂ. എപ്പോ മുതൽ? ജൂലൈ ടു മാർച്ച്, 9 months ആണ് എന്ത് ചെയ്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, 9 months ആണ് നമ്മളിത് യൂസ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇനി അടുത്ത, അപ്പോ നമുക്ക് എമൗണ്ട് എത്രയാണ് കിട്ടുന്നത് നോക്കണ്ടേ? എമൗണ്ട് എത്ര കിട്ടുക? ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തേ. 45,000 into 20/100 into 9/12 എത്ര വരും? 6,750. 6,750 ആണ് നമ്മളുടെ റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് സെക്കൻഡ് ഇയറിലേക്ക് ഇനി പോവാം. സെക്കൻഡ് ഇയർ ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ അടുത്ത കാൽക്കുലേറ്റ് ചെയ്യണം. അത് നമുക്ക് എന്ത് ചെയ്യാം? കാൽക്കുലേറ്റ് ചെയ്യാം അല്ലെ? കാൽക്കുലേറ്റ് ചെയ്യാം, സെറ്റ് ആക്കാം. ഇപ്പൊ ഡിപ്രിസിയേഷൻ ഇവിടെ എത്ര? 6,750. 6,750 നമുക്ക് ഫസ്റ്റ് ഇയർ ഡിപ്രിസിയേഷൻ കിട്ടി. ഇനി നമ്മൾ ടോട്ടൽ ചെയ്യണം. 45,000 എഗെയിൻ 45,000. ഈ 45,000 6,750 കുറച്ചാൽ 45,000 മൈനസ് 6,750 എന്ന് പറയുന്നത് 38,250 ആണ്. ഓക്കെ ആണോ? 38,250 ആണ് എന്ത് ഈ ഒരു ഡേറ്റിന് ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറയുന്നത്. ക്ലിയർ? ബാലൻസ് ബ്രോഡ് ഡൗൺ ചെയ്യണം. ബാലൻസ് ബ്രോഡ് ഡൗൺ ചെയ്യേണ്ടത് എത്ര രൂപയാണ്? ഈ പറയുന്ന 38,250 രൂപയാണ് എന്ത് ബാലൻസ് ബ്രോഡ് ഡൗൺ ചെയ്യേണ്ടത്. എന്ന് 2015 മാർച്ച് ആണോ? ഏപ്രിൽ 1. ക്ലിയർ? ഏപ്രിൽ 1 നമ്മൾ എന്ത് ചെയ്യണം? 38,250 രൂപ നമ്മൾ എന്ത് ചെയ്യണം? ഡിപ്രിസിയേഷൻ ആയിട്ട് നമ്മൾ ചാർജ് ചെയ്യണം. ഡിപ്രിസിയേഷൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ചാർജ് ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. അടുത്ത വർഷം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് ജസ്റ്റ് നോക്കി. അടുത്ത വർഷം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങള് 38,250 രൂപയായി. ഇനി ഈ വർഷം നമുക്ക് എന്ത് ചെയ്യണം? 2016 മാർച്ച് 31 നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ട്രാൻസാക്ഷൻ അതിന് അടുത്ത ഡിപ്രിസിയേഷൻ നമ്മൾ ചാർജ് ചെയ്യേണ്ടത്. അടുത്ത ഡിപ്രിസിയേഷൻ നമ്മൾ ചാർജ് ചെയ്യേണ്ടത്. സോ അങ്ങനെ ചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെയ്യാനുള്ളൊരു കാര്യം ഇവിടെ നോക്കി. ഇവിടെ 2016 ജനുവരി 1 ചെയ്തിട്ടുണ്ട്. ഒരു അസറ്റ് കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? പർച്ചേസ് ചെയ്തിട്ടുണ്ട് അല്ലെ? 35,000 രൂപയ്ക്ക് ജനുവരി 2016 ജനുവരി 1 ബാങ്ക് 35,000 രൂപ ഒരു അസറ്റ് കൊണ്ട് പർച്ചേസ് ചെയ്തു. അപ്പൊ നമ്മൾ 2 ഡിപ്രിസിയേഷൻ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഡിപ്രിസിയേഷൻ നമുക്ക് ഇവിടെ എഴുതി വെക്കാം. ഡിപ്രിസിയേഷൻ എഴുതി വെച്ചിട്ട് ഇവിടേക്ക് വരാം. ഇവിടേക്ക് വരുന്ന സമയത്ത് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? 38,250 ഇൻറ്റു 20/100 ചെയ്യണം. അത് നമ്മളെ ഫസ്റ്റ് അസറ്റിന്റെ ആണ്. അപ്പൊ നമുക്ക് വാല്യൂ എത്ര കിട്ടും? നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 38,250 ഇൻറ്റു 20/100 അല്ലെ? 7,650 ആണ് നമുക്ക് കിട്ടാം. ഓക്കെ ആണോ? നമുക്ക് കിട്ടുന്ന എമൗണ്ട് എത്രയാണ്? 7,650. ഇനി അടുത്തൊരു കാര്യങ്ങൾ നമ്മൾ ചെയ്യാണ്ട്. അതായത് 35,000 രൂപയുണ്ട് സെക്കൻഡ് അസറ്റ് അല്ലെ? 35,000 രൂപയുണ്ട്. ഈ 35,000 രൂപയ്ക്ക് 20% ഇൻറ്റു ഡിവൈഡ് ബൈ 100 ഇൻറ്റു, അതായത് ഇത് ജനുവരി 1 മേടിച്ചത്. ജനുവരി ടു മാർച്ച് എന്ന് പറഞ്ഞാൽ 3 മാസമുള്ളൂ. 3/12 നമ്മൾ ചെയ്യണം അല്ലെ? 3/12 ചെയ്യാനുള്ള കാരണം ഇവിടെ ജനുവരി ടു മാർച്ചേ ഉള്ളൂ. ജനുവരി മാർച്ച്. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര എമൗണ്ട് കിട്ടും? ദാറ്റ് ഈസ് നമുക്ക് കിട്ടുന്ന എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാം. 35,000 ഇൻറ്റു 20/100 ഇൻറ്റു 3/12 നമുക്ക് എന്ത് ചെയ്യണം? അപ്പൊ നമുക്ക് കിട്ടുന്ന എമൗണ്ട് 1,750 ആണ്. സോ ഈ ഒരു ടോട്ടൽ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ടോട്ടൽ എമൗണ്ട് ഓഫ് ഡിപ്രിസിയേഷൻ ആയിട്ട് കിട്ടുന്ന 1,750 പ്ലസ് 7,650 അല്ലെ? 9,400 രൂപയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ടോട്ടൽ ഡിപ്രിസിയേഷൻ കിട്ടുന്നത്. ടോട്ടൽ ഡിപ്രിസിയേഷൻ ഫോർ സെക്കൻഡ് ഇയർ എത്ര? 9,400 രൂപ.
എങ്ങനെ കിട്ടിയത് മനസ്സിലായോ? എങ്ങനെ കിട്ടിയത്? ഇവിടുത്തെ ഈ 38,250 വി ഷുഡ് ചാർജ് 20% ഫുൾ എന്ത് ചെയ്യണം? ചാർജ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 7,650 എന്ന് പറയുന്നത്. 7,650 എന്ന് പറയുന്നത്. പക്ഷെ അത് മാത്രം മതിയില്ല. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ 2016 ജനുവരി 1 നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ അടുത്തൊരു അസറ്റ് പർച്ചേസ് ചെയ്യുന്നുണ്ട്. അതായത് 35,000 രൂപയ്ക്ക്. നമുക്കപ്പോ അതിന് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യണം. അപ്പൊ അതിന്റെ ഡിപ്രിസിയേഷൻ 35,000 ഇൻറ്റു 20/100 ഇൻറ്റു എത്ര? 3/12 നമുക്ക് എന്ത് ചെയ്യണം? അപ്പൊ 1,750 കിട്ടും. രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 9,400 നമുക്ക് എന്ത് ചെയ്യും? ടോട്ടൽ എമൗണ്ട് ഓഫ് ഡിപ്രിസിയേഷൻ നമുക്ക് കിട്ടും. സോ ഇത് നമ്മൾ എന്ത് ചെയ്യണം? ചാർജ് ചെയ്യണം. സോ നമ്മൾ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 38,250 പ്ലസ് എത്രയാണ്? 35,000. 73,250 ആണെന്ന് നമ്മൾ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത്. 73,250. ഡിപ്രിസിയേഷൻ എത്രയായിരുന്നു? 9,400. ബാലൻസ് ക്യാരി ഡൗൺ എത്രയാ? 73,250 73,250 മൈനസ് 9,400 അല്ലേ? അപ്പൊ 63,850 കിട്ടും. 63,850 ആണെന്ത്? ആഫ്റ്റർ സെക്കൻഡ് ഇയർ നമ്മളുടെ അസറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത്. എത്രയാണ്? 63,850. 63,850 റുപ്പീസ് ആണ് നമ്മളുടെ എന്ത് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ ആണോടാ? സെറ്റാണോ? മനസ്സിലാവുന്നുണ്ടോ? കാര്യങ്ങൾ സെറ്റ് ആവുന്നുണ്ടോ? ഓക്കെ ആവുന്നുണ്ടോ? നെക്സ്റ്റ് നമുക്കിനി ഏകദേശം ഇന്ന് കുറെ സമയമായിട്ടുണ്ട് അല്ലെ? നമുക്ക് കുറെ സമയം നമ്മൾ ഇന്ന് പ്രിപ്പറേഷൻ നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 2 hours അടുക്കാൻ പോവുകയാണ് നമ്മളെ സെഷൻ എന്ന് പറയുന്നത്. സോ ഇന്ന് നമുക്ക് ഇത്രയും മതി. ഞാൻ മെയിൻ ആയിട്ടുള്ള 2 മെത്തേഡ്സ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ചൊരു തിയറി പോർഷൻ കൂടിയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ആ തിയറി പോർഷൻസ് എന്ത് ചെയ്തോളാം? അടുത്ത സെഷനിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്കത് പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത സെഷനിൽ അത് നോക്കാം. ഓക്കെ, റിവിഷൻ സെഷനൊക്കെ വരുന്നുണ്ട്. അത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എന്താണ് നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കാം കേട്ടോ. നമുക്ക് നോക്കാം. ഒരു വെറിയുടെ ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. എല്ലാ പോർഷനും നമ്മൾ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? നമ്മൾ അവസാനിപ്പിക്കുകയുള്ളൂ. സോ നമ്മൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിപ്രിസിയേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിപ്രിസിയേഷൻ മീൻസ് അസറ്റിന്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നെക്സ്റ്റ് ഡിപ്ലഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡിപ്ലഷൻ മീൻസ് നമ്മൾ നാച്ചുറൽ അസറ്റിന്റെ വാല്യൂ കുറയുന്നതാണ് പറയുന്നത്. അമോർട്ടൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻടാഞ്ചിബിൾ അസറ്റിന്റെ ആണ്. ഒബ്സൊലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇംപ്രൂവ്മെന്റ്സ് ഇൻ ടെക്നോളജിയാണ്. ഫ്ലക്ച്വേഷൻ എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റിന്റെ വാല്യൂ കുറയാണ്. ദെൻ വി ആർ ഡിസ്കസ് ദ ഫീച്ചേഴ്സ് ഓഫ് ഡിപ്രിസിയേഷൻ. എന്തൊക്കെയായിരുന്നു ഫീച്ചേഴ്സ്? ഡിഫറെന്റ് ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ ഡിഫറെന്റ് ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം, നമ്മൾ പാസേജ് ഓഫ് ടൈം കൊണ്ടോ അല്ലെങ്കിൽ ടെക്നോളജി ഇംപ്രൂവ്മെന്റ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഡിപ്രിസിയേഷൻ വരാം. പാസേജ് ഓഫ് ടൈം, എക്സ്പ്രഷൻ, ലീഗൽ പോളിസി ഒബ്സൊലേറ്റ് ചെയ്യാം. അബ്നോർമൽ ഫാക്ടേഴ്സ് ആയിട്ടുള്ള ഫ്ലഡും കാര്യങ്ങളും ഫയറൊക്കെ നമുക്ക് എന്ത് റീസൺ ആയിട്ട് വരാം. ദെൻ നീഡ് ഓഫ് ഡിപ്രിസിയേഷൻ, നമുക്ക് എന്ത് ചെയ്യണം? ആക്ച്വൽ പ്രോഫിറ്റിന് ഡിവിഡൻഡ് കൊടുക്കാൻ വേണ്ടി പറ്റണം. നമുക്ക് പ്രോപ്പർ ആയിട്ട് ടാക്സബിൾ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റണം. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് എന്താണ്? നമ്മളുടെ ഈ പറയുന്ന ഡിപ്രിസിയേഷൻ യൂസ്ഫുൾ ആണ്. നെക്സ്റ്റ് വൺ, the factors affecting the depreciation calculation. First one, cost of asset, that is the amount we are spending for acquiring the particular asset. Then estimated useful life, നമ്മൾ എത്ര വർഷം ഇത് ഉപയോഗിക്കും, that is estimated. Then scrap value, when we are selling the particular asset after our use, the value you are getting, that is known as scrap value എന്ന് പറയുന്നത്. Then depreciable cost, that is the total amount of depreciation for all years, that can be calculated by using this following formula, that is the total cost of asset minus scrap value. Then we are discuss the 2 methods, important methods for calculating the depreciation, that is straight line method and written down value method. In the case of straight line method, we are calculating depreciation, same amount of depreciation year after year. The amount of depreciation will not be changed year after year. That is same. That is the method of straight line method. In straight line method, we are calculating depreciation by using this formula, that is cost of asset minus their scrap value, അല്ലെങ്കിൽ estimated residual value divided by life of the asset, or cost of asset into rate of depreciation. And if we know the amount of depreciation, we have to calculate the rate of depreciation. How we calculate the rate? We are using this formula, that is depreciation divided by cost of asset into 100. Example ഒക്കെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. Then advantages and disadvantages നമ്മൾ പറഞ്ഞിട്ടുണ്ട്. Written down value method നമ്മൾ പറഞ്ഞ എന്താണ്?
In written down value method, we are calculating the depreciation എങ്ങനെയാണ് by reducing the value of asset by book value method. അല്ലെ, ബുക്ക് വാല്യൂലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഇൻ ദിസ് കേസ് ദ ഡിപ്രിസിയേഷൻ എമൗണ്ട് വിൽ ബി ചേഞ്ച്ഡ് ഇയർ ആഫ്റ്റർ ഇയർ. എങ്ങനെയാണ്? ഇയർ ആഫ്റ്റർ ഇയർ, ഓരോ വർഷം തോറും നമ്മളുടെ ഡിപ്രിസിയേഷൻ എമൗണ്ട് കുറഞ്ഞു വരും. കാരണം ബുക്ക് വാല്യൂയിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എങ്ങനെ ഇക്വേഷൻ? കോസ്റ്റ് ഓഫ് അസറ്റ് റേറ്റ് ബൈ 100 ആണ് ഫസ്റ്റ് ഇയറിൽ. നെക്സ്റ്റ് ഇയറിൽ കോസ്റ്റ് ഓഫ് അസറ്റ് മാറി ബുക്ക് വാല്യൂ ഓഫ് അസറ്റ് ഇൻറ്റു 100 ബൈ ഇൻറ്റു റേറ്റ് ബൈ 100 ആയിട്ട് മാറും. ബുക്ക് വാല്യൂ എന്ന് പറയുന്നതാണ് കോസ്റ്റ് ഓഫ് അസറ്റ് മൈനസ് ഡിപ്രിസിയേഷൻ എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സാമ്പിൾസ് ഓൾസോ ഡിസ്കസ്ഡ്, അഡ്വാൻറ്റേജ് ഡിസ്അഡ്വാൻറ്റേജസ് നോക്കിയിട്ടുണ്ടായിരുന്നു. ദെൻ നമ്മൾ അതിൻ്റെ ഡിഫറൻസ് ഇയർ ആഫ്റ്ററിൽ ചേഞ്ച് ചെയ്യുമ്പോൾ ഇതിൽ റിട്ടേൺ ഡൗണിൽ സെയിം ആയിരിക്കും ഇതിൽ നമ്മളുടെ പറയുന്ന കേസിൽ ഇതിൽ സ്ട്രെയിറ്റ് ലൈനിൽ ടാക്സിബിൾ പർപ്പസ് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുക റിട്ടേൺ ഡൗൺ വാല്യൂ ആണ്, അല്ലാതെ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് അല്ല എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിരിക്കുക. ഇനി ചാർജിങ് ഡിപ്രിസിയേഷൻ അസറ്റ് അക്കൗണ്ട് ഉണ്ട്, പ്രൊവിഷൻ അക്കൗണ്ട് ഉണ്ട്. രണ്ട് മെത്തേഡിലും കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മൾ അസറ്റ് അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ അസറ്റിന്റെ വാല്യൂ കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. അല്ലെങ്കിൽ പ്രൊവിഷൻ മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ അസറ്റിന്റെ വാല്യൂ എന്ത് ചെയ്യത്തില്ല, കുറയത്തില്ല. സെപ്പറേറ്റ് അക്കൗണ്ടിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇത് കീപ്പ് ചെയ്യുന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. രണ്ടിനും ജേണൽ എൻട്രി പറഞ്ഞു. ദെൻ വി ആർ ഡിസ്കസ്ഡ് 2 questions, റൈറ്റ്? വൺ മെത്തേഡ് ഈസ് ഫോർ straight line method and one method is for return down value method എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. സോ ദീസ് പോർഷൻസ് ആണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തത്. ഗൈസ്, ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സെഷൻ മനസ്സിലായി എന്നാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയെന്നുള്ള കാര്യമാണ് ഞാൻ ഇത് മനസ്സിലാക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഫർദർ ആയിട്ട് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമ്മൾ റിവിഷൻ സെഷനായിട്ടൊക്കെ എന്ത് ചെയ്യാം, കാണാം. ഇനി റാഫി സാർ നിങ്ങൾക്ക് ക്ലാസ് എടുക്കും. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഐ വിൽ ബി ദെയർ, അല്ലെങ്കിൽ ഐ വിൽ ബി ഹിയർ ഫോർ ഡെലിവറിങ് സെഷൻസ്. നിങ്ങൾക്ക് ഇനി മോർ സെഷൻസ് പ്രൊവൈഡ് ചെയ്യാനാണ് നമുക്ക് താല്പര്യം. പിന്നെ സമയം കൂടുതലായതുകൊണ്ടാണ് ഞാൻ എൻ്റെ അടുത്ത് ഒരുപാട് PPT ഞാനത് തീർക്കണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ മാക്സിമം ഈ ഒരു സമയമൊക്കെയാണ് നമുക്ക് എടുക്കാൻ പറ്റുക. ഓക്കെ, അല്ലെങ്കിൽ ഇനി എടുത്തു കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷെ നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നത്. എല്ലാ കോൺസെപ്റ്റും നമ്മൾ ഡിസ്കസ് ചെയ്യും. അടിപൊളിയായിട്ട് നമ്മൾ റിവിഷൻ നടത്തും, റിവിഷൻ സെഷൻസ് നമ്മൾ നടത്തും. നമ്മൾ അടിപൊളിയായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് ഉണ്ടാവും. നമ്മൾ ഫുൾ മാർക്ക് എന്ന് പറയുന്ന A+ എന്ന് പറയുന്ന ആ ഒരു എയിമിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഒരുമിച്ച് എത്തും. ദ ടീം ഓഫ് ലക്ഷ്യ, ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാനുള്ളത് പോലെ ദ ടീം ഓഫ് ലക്ഷ്യ ഈസ് വിത്ത് യു, വി ആർ വിത്ത് യു. ഞങ്ങൾ എന്ത് ചെയ്യും, വി ആർ റെഡി ടു ഹെൽപ്പ് യു. നിങ്ങളെ മുന്നോട്ട് നയിക്കാൻ, നിങ്ങളെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ റെഡിയാണ്. സോ ഇന്നത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ യുവർ പാർട്ടിസിപ്പേഷൻ ആൻഡ് നിങ്ങളുടെ ആ ഒരു പ്രസൻസിനൊക്കെ എന്താണ്, താങ്ക് യു സോ മച്ച്. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ ഗൈസ്. താങ്ക് യു വെരി മച്ച്.